ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പ്രവീൺ. വളരെ നമസ്കാരം. നാളുകളായിട്ട് പ്രവീണെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മഴ കാരണം പല വലിയ വലിയ മഴ പ്രശ്നങ്ങളൊക്കെയാണെന്ന് ബുദ്ധിമുട്ടില്ല. പറഞ്ഞ് യെസ്. കുറഞ്ഞോ അതെ, മഴയൊക്കെ? അതെ, അതെ. മഴയൊക്കെ തീർന്നു. മഴ ഏതാണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. അവസാനിച്ച ലക്ഷണമാണ്. ഉം. നിങ്ങടെ കേരളത്തിലാണ് മഴയില്ലാത്തതല്ലേ? അതെ, അതെ, അതെ. അതെ. നല്ല ആളുകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ മഴ. വെളിയിലാന്നാണ് പറയുന്നത്. അതെ, അതെ, അതെ. മഴ അതെ. ഞങ്ങടെ കൂടെ ഇങ്ങ് പോന്നു. അതാണ് ഓക്കെ. സംഭവം. ഉം. നമ്മുടെ ഇവിടെ ഇപ്പോൾ എലക്ഷൻ്റെ വാർത്തകളും അതുകൊണ്ടുള്ള മഴയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ മറ്റു മഴകളൊക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു അതെ. നമ്മൾ കഴിഞ്ഞ 1-2 തവണയായിട്ട് സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു തുടർച്ച എന്നോണം നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില വിഷയങ്ങൾ വീണ്ടും വന്നപ്പോഴാണ് ഞാൻ വീണ്ടും പ്രവീണിൻ്റെ പിന്നാലെ കൂടിയത്. അപ്പോൾ ഏതായാലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന് വളരെ നന്ദി. നമ്മളെല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമ്മളുടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെയും അതുപോലെ തംബ്നെയിലിൽ കണ്ട പോലെയും 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ആയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. തുടക്കത്തിൽ 400+ എന്ന് പറയുന്ന ഒരു നമ്പറും അത് എന്തായാലും വരുമെന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നു തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നത് ബിജെപിയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു കോൺഫിഡൻസിൽ ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ടോ, ഒരു കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഒരു വശത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഒരു തോൽവിയുടെ മണം കിട്ടിയതുകൊണ്ട് മറ്റു രീതിയിൽ ഇപ്പോൾ വർഗീയത എന്ന് പറയുന്ന ആ കാർഡ് ഇറക്കി എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ചോദ്യം നമുക്ക് വെക്കാനുള്ളത് ഇതാണ്, അല്ലെങ്കിൽ ഒരു സംശയം പ്രേക്ഷകർക്കും എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്, വീണ്ടും മോദി വരുമോ എന്നുള്ളത് ഒരു വശത്തും, അതോടൊപ്പം തന്നെ അതിന് ഏറ്റവും കൂടുതൽ വഴിവെക്കുന്നത് പ്രതിപക്ഷവും അതുപോലെ അതിൻ്റെ നേതാവായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അമളികളുമായിരിക്കുമോ എന്നതാണ് ഒരു സംശയം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? മോഡി വീണ്ടും വരും എന്നതാണ് പൊതുവെ ഇപ്പോൾ ഇലക്ഷന് മുമ്പുള്ള സർവേകളിലെല്ലാം തന്നെ ഏതാണ്ട് ഭൂരിപക്ഷം സർവേകളും ബിജെപിക്ക് അനുകൂലമായിട്ട് ഉള്ളൊരു റിസൾട്ടാണ് തന്നിരുന്നത്. പക്ഷേ ശേഷം ഇപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. മാത്രമല്ല 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം, ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കതങ്ങ് വരേണ്ടതാണ്. ഒഴിവാക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, ഇത്രയും വലിയ രാജ്യം അങ്ങനെ തുടർച്ചയായിട്ട് 3 ടൈം ഭരിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഉം. മൂന്നാമത്തെ തവണയും അങ്ങനെ ഈസി ഒരു വാക്ക് ഓവർ കിട്ടുമോ എന്നുള്ള എളുപ്പമല്ല. കാര്യത്തിൽ സംശയമുണ്ട്. ഉം. അത്ര എളുപ്പമല്ല. കാരണം ആളുകൾ എപ്പോഴും എന്താ പറയുക, അസംതൃപ്തിയുണ്ട് എപ്പോഴും എല്ലാ കാര്യത്തിലും. അത് പല പല വിഷയങ്ങളായിരിക്കും. ഇപ്പോൾ സർക്കാരിൻ്റെ കുഴപ്പങ്ങളായിരിക്കാം, ഒരു ഉം. ഭാഗത്ത് സർക്കാരിൻ്റെ പോളിസികളുടെ പ്രശ്നങ്ങളായിരിക്കാം, സർക്കാരിൻ്റെ സഹായം കിട്ടുന്നില്ലോ എന്നുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ ഉം. മറ്റ് എക്സ്റ്റേണൽ റീസൺസ് ഉണ്ട്. ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ കോവിഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം. അപ്പോൾ ഇതെല്ലാം ഉം. പരിഹരിച്ചു തരേണ്ട ഉത്തരവാദിത്തം തങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട സർക്കാരിനുണ്ട് ഉം. എന്നാണ് ഉം. സാധാരണ ജനങ്ങൾ കരുതുന്നത്. അപ്പോൾ ഉം. അങ്ങനെ സാധിക്കാത്ത വരുമ്പോൾ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണൽ ബെനിഫിറ്റ്, എല്ലാവരും മതവും ജാതിയൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഈ പേഴ്സണൽ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പം ഉം. തങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സാധ്യതയുള്ള ഒരു ജനവും കൂടിയാണ് ഇന്ത്യക്കാർ. അതായത് ഉണ്ട അപ്പോൾ ചോറിന് അതിൻ്റെ നന്ദി ഒരു കാണിക്കുന്ന ആ ഒരു സ്വഭാവം. ഉണ്ട ചോറിന് നന്ദി കാണിക്കാം, കാണിക്കാതിരിക്കാം. അതായത് ഞാൻ പറയുന്നത്, അതെ. ഈ നിമിഷം നിങ്ങൾക്കെന്താണ് ഇപ്പം എൽഡിഎഫ് ഇവിടെ 2ാമത്തെ പ്രാവശ്യം വിജയിച്ചത് എങ്ങനെയാണ്? അതിനകത്ത് കോവിഡിനൊരു വലിയ റോളുണ്ട്. കോവിഡ് ഉം. സമയത്ത് ഉം. രക്ഷകനെ പോലെ ഈ സർക്കാർ നിൽക്കുകയും എല്ലാ ദിവസവും വൈകുന്നേരത്തെ നമ്മുടെ കോവിഡ് നിരക്ക് കണക്കുകൾ അവലോകനം. പറയുന്ന യെസ്. മുഖ്യമന്ത്രിയും അവലോകനവും എല്ലാം ഉം. കൂടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ. അപ്പോൾ അത് ശരിക്കും എൽഡിഎഫിനെ വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ ഉം. തന്നെ ഇപ്പൊ കേന്ദ്രത്തില് ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാൽ 2019 കോവിഡിന് ശേഷം, ഉം. കോവിഡ് സമയത്ത് ഈ സർക്കാർ ഭരിക്കുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് തൊഴിലില്ലായ്മ, ഇപ്പൊ ഉം. തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ മുന്നോട്ട് പലരും ഉയർത്തി വെക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. യെസ്. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് ലോകം ഉം. മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ. ഉം. അപ്പോൾ അതിനെ ഒന്നും ഒരു ഗവൺമെന്റ്, ഇപ്പോൾ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അതിനെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് വരുത്തുക എന്നൊന്നും പറയുന്നത് അസാധ്യമാണ്. അപ്പം ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാവും. ആ അസംതൃപ്തി വോട്ടിൽ പ്രതിഫലിക്കുക എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കണം. പക്ഷേ ആ ഒരു ഉം. ഭയം എനിക്ക് തോന്നുന്നു ബിജെപിക്കാരിൽ കുറച്ചുണ്ട് എന്നാണ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്. എൻ്റെ ഒരു സംശയം അപ്പോൾ വീണ്ടും വരുന്നത്, ഇപ്പോൾ ഒരു ആൻറ്റി ഇൻകുംബൻസി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ ഒരു വികാരം എന്ന് പറയുന്ന ഒരു സംഭവം
ആം, നമ്മളുടെ രണ്ടാം UPA സർക്കാരിൻ്റെ സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം വ്യാപകമായിരുന്നു, ആ ഒരു ഭരണവിരുദ്ധത എന്ന് പറയുന്നൊരു സംഗതി. അതിന് ആ കാരണങ്ങൾ ആരും ഇട്ടുകൊടുക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ആ രീതിയിലായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ എന്താ ഇവിടെ ഉണ്ടായിരുന്ന അഴിമതി. പ്രക്ഷോഭങ്ങൾ, അണ്ണാ അതെ, അതെ. ഹസാരെയും അതുപോലെയുള്ള സംഭവങ്ങളും, പിന്നെ ആ ഒരു കാലം ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അതെ. ആ ഒരു സമയവും ഇന്നത്തെ ഈ ഇലക്ഷനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഉള്ള സമയവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഒരു പൊതുജനമെന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പറയുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇൻഫ്ലേഷൻ, അതുപോലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു വിഷയം, അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ മുന്നേ ഒരു ജനാധിപത്യം സംബന്ധിച്ചുള്ള ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊക്കെ ആരെയാണ് ബാധിക്കുന്നത്, ആർക്കാണ് ഇത് ചർച്ച വിഷയമാകുന്നത് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. പൊതുജനത്തെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ, പത്രം തുറന്ന് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അവരെപ്പോഴും ഒരു ഭരണവിരുദ്ധതയ്ക്ക് എപ്പോഴും ആദ്യം എടുക്കുക. ഈ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ശരാശരി ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പോലും അറിയാത്തൊരു സംഭവമാണ്. അല്ല, അതല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആഡ്, ഇൻഫ്ലേഷൻ അവൻ അറിയേണ്ട കാര്യമില്ല. അവനെ സംബന്ധിച്ച് അവൻ മേടിക്കുന്ന സാധനത്തിന്റെ വില കൂടി എന്നുള്ളതാണ് ഇൻഫ്ലേഷന്റെ അതെ. എൻഡ് റിസൾട്ട്. ഉം. അപ്പം ഞാൻ 10 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന സാധനത്തിന് ഇപ്പോൾ കടയിൽ പോകുമ്പോൾ 20 രൂപ അല്ലെങ്കിൽ 25 രൂപയായി. അപ്പോൾ അതെന്റെ ഡെയിലി ബഡ്ജറ്റിനെ ബാധിച്ചു. അവൻ ഇൻഫ്ലേഷൻ എന്നല്ല അതിനെ കാണുന്നത്, അവൻ വിലക്കയറ്റം. വിലക്കയറ്റം, അതെ. അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഒരു 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു വിലക്കയറ്റത്തെ അവൻ പരിശോധിക്കുന്ന സമയത്ത് അത് ഒരു ഇലക്ഷനിൽ നിന്നും ഒരു തീരുമാനം, ഈ പറയുന്ന ഒരു വിരുദ്ധ തീരുമാനം എടുക്കാൻ മാത്രം ഉള്ള ഒരു ലെവലിലാണോ ഇപ്പോൾ അത് നിൽക്കുന്നത്? എന്തായിരുന്നു തോന്നുന്നത്? ഈ വിലക്കയറ്റം ലോകത്ത് എല്ലായിടത്തും ഭീകരമായ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അമേരിക്ക കോവിഡ് കാലത്ത് ഡോളർ അടിച്ചു കൂട്ടുന്നു. ഡോളർ അടിച്ചു കൂട്ടിയതിന് ശേഷം ഈ ഡോളർ മാർക്കറ്റിലേക്ക് എന്നാ പറയുന്നത് ഫ്ലഡ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ കുതിച്ചു വരുന്നു. സാധനങ്ങൾക്ക് അപ്പം അതിനനുസരിച്ച് ഈ സപ്ലൈക്ക് അനുസരിച്ച് സാധനങ്ങളില്ല, ഡിമാൻഡ് ഇല്ല. അപ്പം സാധനങ്ങളുടെ അപര്യാപ്തത ഉണ്ടാവും. അല്ല, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഇല്ല. അപ്പോൾ സാധനങ്ങളുടെ അപര്യാപ്തത കാരണം ചൈന മുഴുവൻ ഫാക്ടറി ക്ലോസ് ചെയ്ത് കിടക്കാണ്. അപ്പോൾ സാധനങ്ങളില്ലാതെ വരുമ്പം ഉള്ള സാധനങ്ങൾക്ക് വേണ്ടി പിടിവലിയോ, കാരണം എല്ലാവരുടെയും കയ്യിൽ പൈസ വരുന്നു. അതോടുകൂടി നമ്മൾ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖല നോക്കുകയാണെങ്കിൽ സ്റ്റീല് അങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം നിങ്ങൾ പ്രീ കോവിഡും ആഫ്റ്റർ കോവിഡും നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ 100% മുകളിൽ വരെ വില കയറിയിട്ടുണ്ട്. പ്ലംബിംഗ് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഇങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പം ഞാൻ പറയുന്നത് നിർമ്മാണ മേഖല എന്ന് പറയുന്നത് വലിയ രീതിയിൽ തൊഴിലാളികൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ വരുന്നത് അഗ്രികൾച്ചറൽ സാധനങ്ങളാണ്, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിലക്കയറ്റം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ആഗോളമായിട്ട് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. ഇപ്പോൾ ഞാൻ ഗൾഫിൽ തന്നെ, ഇവിടെ തന്നെ പല സാധനങ്ങളുടെയും വില പ്രീ കോവിഡും ആഫ്റ്റർ കോവിഡും നോക്കി കഴിഞ്ഞാൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ വരുന്ന സമയത്ത് 1 ദിറമായിരുന്നു ചായക്ക്. ചായയുടെ വിലയിൽ വലിയ വ്യത്യാസമില്ല, അല്ലെ 0.75 ഫിൽസ് 1 ദിറം. ഈ ചായ ഒരു 15-20 കൊല്ലമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് അത് 1.5 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ശതമാനമായി? 50%. 1 രൂപ 1.5 ആയപ്പോഴത്തേനും 50%. 1.5 ആയി. അപ്പം 50%. അപ്പോൾ അതേപോലെ പല സാധനങ്ങൾക്കും വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല, എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചതാണ്. അത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിയ ഒരു കഥ പറയാം. അതായത് മൊബൈലിൽ നമ്മൾ സ്ഥിരം ന്യൂസ് ഇങ്ങനെ ഫീഡിൽ വരുമല്ലോ. അപ്പോൾ മലയാളത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ന്യൂസ് നമ്മൾ ഗൂഗിൾ ന്യൂസിനകത്ത് വന്ന് കിടക്കുകയാണ്. വമ്പിച്ച വിലക്കയറ്റം ഇനി പൊള്ളും, ഇന്ധന വില വർധനവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പം ഞാൻ പടച്ചോനെ, എല്ലാ ദിവസവും പെട്രോൾ അടിച്ച് ഓടിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ വാർത്ത എടുത്ത് നോക്കിയപ്പോൾ അത് ഇവിടെയല്ല. ഭാഗ്യത്തിന് ഞാനും ആലോചിച്ച്, ഇവിടെ ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പഹയന്മാർ. ഇപ്പോൾ കൂട്ടും, എന്തായാലും കൂട്ടും, അത് വേറെ കാര്യം, കൂട്ടും. അതെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ വിലക്കയറ്റത്തിൻ്റെ വാർത്ത വന്നത് മിഡിൽ ഈസ്റ്റിലെ UAE കാര്യമാണ് അതിനകത്ത് വന്നത്. അപ്പോൾ അത് ഇന്നലെയാണോ അങ്ങനെ ഒരു വാർത്ത കണ്ടത്. അപ്പോൾ വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭാസമായിട്ട്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് ഇവിടെ ഉണ്ട്. അതിപ്പം ഏത് സർക്കാരാണെങ്കിലും അതിനെ ഒരു പരിധി വരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനപ്പുറം ഒന്നും. കാരണം ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ജനങ്ങൾക്ക് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങൾ ഇൻഫ്ലേഷൻ, ആഗോള മാർക്കറ്റ് അതൊന്നും നോക്കിയിട്ടല്ലോ അവൻ വോട്ട് ചെയ്യുന്നത്. അവൻ കടയിൽ രാവിലെ സാധനം മേടിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് വിലക്കയറ്റമുണ്ട്. അപ്പോൾ അതിന് ഉത്തരവാദി ഇവിടെ ഭരിക്കുന്നവരാണ്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്.
ഓക്കെ. അപ്പോൾ അത് അപ്പോ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് ഉം, പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. ഞാനും ഉം, അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പറയാം. കാരണം ഇതിനകത്ത് ഒരുപാട് മറ്റ് ഘടകങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഉം, ഹിന്ദുത്വം പ്ലേ ചെയ്യുന്നുണ്ട്, രാമന്റെ അമ്പലം പ്ലേ ചെയ്യുന്നുണ്ട്, ഉം, പ്രതിപക്ഷത്തിന്റെ നമുക്ക് ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും ഉം, ഇതൊക്കെ ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഉം. മറ്റേ പ്രതിപക്ഷം വന്നു കഴിഞ്ഞാൽ ഇതിലും മോശമാകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. തമ്മിൽ ഭേദം തൊമ്മൻ ഇവരായതുകൊണ്ട് എന്നുള്ളൊരു ഇത്രേ ലെവല്. സംഭവിച്ചുള്ളൂ. ഇവരായതുകൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. ഉം, പ്രതിപക്ഷമായിരുന്നു ഇതിലും മോശമായേനെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഉം. പലതരത്തിലുള്ള ഘടകങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് പറയാറായിട്ടില്ല. കാണേണ്ടത്. ഉം, ഉം. യെസ്. അപ്പോൾ നമ്മളുടെ പ്രധാന ആ ഒരു ഘട്ടം ഇവിടെയാണ് തുടങ്ങുന്നത് നമ്മളുടെ ഇന്നത്തെ ചർച്ചയുടെ. അതായത് തുടക്കത്തിൽ വളരെ എളുപ്പമെന്ന് വിചാരിച്ചിരുന്നൊരു സംഗതി ഇപ്പോൾ എളുപ്പമല്ല. വലിയ വലിയ പ്രശ്നങ്ങൾ ഈ മതത്തെക്കാളും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ അപ്പുറം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കഴമ്പുള്ള കാരണങ്ങൾ ഇവിടെ ഉണ്ട് ഇലക്ഷൻ്റെ മുന്നിൽ. ഉം. അപ്പോൾ ആ ഒരു നിലയിലേക്ക് BJPയും എത്തിയിട്ടുണ്ട്, നിലവിലെ ഭരണ കക്ഷി. അപ്പോൾ അതെ. അത് നമുക്കൊന്ന് അല്ല അവരുടെ ഈ വിശദീകരണം 400 പ്ലസ് ഒക്കെ തന്നെ അതൊരു സ്ട്രാറ്റജിക്കൽ ഇതാണ്. സ്ട്രാറ്റജിക്കലാണ്. അതെ, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കൽ. അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് നോക്കാനുള്ള ചില പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ 400 സീറ്റ് കിട്ടും എന്ന് പറയുന്നിടത്ത് നിന്നും അത് ഒരു BJPക്ക് ഒറ്റയ്ക്ക് അത് കിട്ടുന്നതിനേക്കാൾ ഉപരി അത് ഒരു NDA സഖ്യം എന്നുള്ളൊരു ലെവലിലാണോ കാണുന്നത്? എങ്ങനെയാണ് അതിനെ അങ്ങനെ ചിലപ്പോൾ കിട്ടിയേക്കാം. ഒരു 350, 360 അല്ലെ 400 അടുത്ത് കിട്ടിയേക്കാം NDA സഖ്യം എന്ന നിലയ്ക്ക്. ബട്ട് സ്റ്റിൽ നോട്ട് ഷുവർ എന്നുള്ളതാണ്. എനിക്ക് സത്യത്തിൽ അതൊരു കാരണം ഇങ്ങനെ ഈ ഒരു മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റിലല്ല. കാരണം അത് BJPക്കാരുടെ തന്നെ ബോഡി ലാംഗ്വേജിൽ വ്യക്തമാണ്. മനസ്സിലാവുന്നുണ്ട്? അതെ. ഉം. അപ്പോൾ പക്ഷെ അവര് ഭരിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും കരുതുന്നത്. കരുതുന്നു. ഭരണത്തിൽ വരാനുള്ള ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ഒന്നങ്ങ് മാറ്റി വെക്കാം. ജൂൺ മറ്റേ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് അന്ന് നമുക്ക് ഈ ചോദ്യം ഒന്നും കൂടി നമുക്ക് എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട്, പിന്നെ ഈ മഹാരാഷ്ട്ര ഇപ്പം ഹിന്ദി ബെൽറ്റിലാണല്ലോ കൂടുതൽ BJP തൂത്തുവാരും. പിന്നെ അവര് അവിടെ എന്തായാലും കുറച്ച് സീറ്റ് അവർക്ക് നഷ്ടപ്പെടും ഇപ്രാവശ്യം എന്ന് അവർ കരുതുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ അവർ കളിക്കുന്ന വെച്ചൊരു ഡയറക്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്. അതായത് വളരെ കൂതറ ടീമുകളെല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരു പരിപാടി. അത് ഗുജു ലോബി ഇലക്ഷനെ നേരിടുന്ന അല്ലെ ഇലക്ഷൻ സ്ട്രാറ്റജി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക് പറയുകയാണെങ്കിൽ BJPയുടെ ഒരു കോർ ടീം എന്ന് പറയുന്ന ഇപ്പോൾ വാജ്പേയിയുടെ കാലം മുതലേ ഉള്ള അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ എത്തിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അവർ ഇലക്ഷനിൽ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഈ അമിത്ഷാ മോദി സഖ്യം വന്നതിന് ശേഷം പ്രത്യേകിച്ച് അമിത്ഷാ ദ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയ്ക്ക് പുള്ളി പർച്ചേസിങ് ചെയ്യുന്നതിൽ വളരെ വിദഗ്ധനാണ്. അതാ ഗുജു ബിസിനസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവർ ജനാധിപത്യത്തെയും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം മഹാരാഷ്ട്രയെ നോക്കിക്കഴിഞ്ഞാൽ ഏകനാഥ് ഷിൻഡെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു. അപ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പ് വന്നു. ഫഡ്നാവിസിന്റെ തന്നെ പവർ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മഹാരാഷ്ട്രയിലെ ജനങ്ങളിൽ വലിയ രീതിയിൽ അസംതൃപ്തിയുണ്ട്, ശിവസേനക്കാരുടെ ഇടയിലും BJPക്കാരുടെ ഇടയിലും ഒക്കെ തന്നെ. അങ്ങനെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ പുള്ളി ഒരു പാവയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പിന്നെ ഇത്രയും വർഷമായിട്ട് അവിടെ ഇരിക്കുന്നു. പുള്ളിയുടെക്ക് എതിരായിട്ടുള്ളൊരു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഷ്ടിച്ചാണെന്ന് തോന്നുന്നു കടന്നുകൂടി. പിന്നെ രാജസ്ഥാനിൽ വസുരാജ് സിന്ധ് അല്ലേ, വസുന്ധരാജ് സിന്ധ് അതെ, പുള്ളിക്കാരിയെ അവർ സൈഡാക്കി. അതായത് ഈ സൈഡാക്കലുകൾ വലിയ രീതിയിൽ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. ഇവരുമായിട്ട് ചേർന്ന് പോകാത്ത പിന്നെ പർച്ചേസിങ് അപ്പുറത്തെ സ്ഥലത്ത് ഏത് അലവലാതിയാണെങ്കിലും അവന് ജയിക്കും അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വരുന്ന അവന് കാശ് കൊടുത്തെടുക്കുക അല്ലെങ്കിൽ എടുക്കുക. ഈ ഒരു പർച്ചേസിങ് പരിപാടി അമിത്ഷായുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിനോടൊക്കെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും, ഇതെല്ലാം എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനോടൊക്കെ എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഓരോ സംസ്ഥാനങ്ങളിലും അവർക്ക് അതിന്റെ തിരിച്ചടികൾ ഉണ്ടായാൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സൗത്തിൽ ഉണ്ടാവണം. സൗത്ത് എന്ന് പറയുമ്പം പിന്നെ ഉള്ളത് കർണാടകം, തമിഴ്നാട്, കേരളം, തെലുങ്കാന. ഇവിടെയൊക്കെ ഇവർ ഈ പ്രാവശ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നതാണ് ഇവരുടെ ഒരു എന്നാ പറയുന്നത് അവർ കരുതുന്നത്. പക്ഷെ അവിടെ ഉണ്ടായാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച രീതി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദി ബെൽറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ലോസിനെ അവർക്ക് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ. ഇതിൽ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം, നമ്മൾ സൂറത്തിൽ ഒരു കാൻഡിഡേറ്റ്, കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റ് അവിടെ അവരുടെ കാൻഡിഡേറ്റ്സി അവിടെ പിൻവലിക്കുന്നതും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ ജയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ വിഷയത്തെ എങ്ങനെ കാണും? അത് ഒരു ഒരു ഭയത്തിൽ നിന്നും ബി ജെ പിയുടെ ആ ഒരു തന്ത്രം പഴയ്ക്കുന്നതിൻ്റെ ഭാഗമാണോ അത്? അല്ല, ഇത് ഞാൻ പറഞ്ഞു, ഈ പർച്ചേസിങ് പരിപാടി, അതേപോലെ തന്നെ ഫിയർ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇത് പിന്നെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ഫേസുകളിൽ ഇതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ല ഇത് ഇതിനെ പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷത്തിന് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ബി ജെ പിയെ പ്രതിരോധത്തിൽ താഴ്ത്തി ജനങ്ങളുടെ മുമ്പിൽ അത് മനസ്സിലാക്കിച്ച് അവരുടെ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല. അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുമ്പം അത് നമ്മൾ കാണുന്നില്ല. മെയിൻലി മീഡിയ വളരെ സൈലന്റ് ആണ്. മീഡിയ ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പം UPA കാണിച്ച ഒരു ആർജവം ഇവിടെ കാണിക്കുന്നില്ലല്ലോ. അതെ, പർച്ചേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ സമ്മതിക്കണം. അത് പർച്ചേസ് ഉണ്ട്, പർച്ചേസ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പല മീഡിയാസും അങ്ങനെ തന്നെയാണ്, വളരെ ബയാസ്ഡ് ആണ്. അല്ലാതെ ഒരു വന്യമായിട്ടൊരു വൈൽഡ് അറ്റാക്ക്, ദ വേ ദേ അറ്റാക്ട് UPA 2, ആ ഒരു രീതിയിലൊന്നും ഇവിടെ അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ മനോരമ പോലെ ഒരു സാധനം അവിടെ ഇല്ല. അതിന്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞൂടെ? മനോരമയും പർച്ചേസ് ചെയ്തേക്കാണെന്നല്ല ഇവരുടെ ഇടതുപക്ഷം പറയുന്നത്. പർച്ചേസ് ചെയ്യാത്ത ആരും ഇല്ലല്ലോ, എല്ലാ സ്റ്റേറ്റിലും പർച്ചേസ്ഡാണ്. ബേസിക്കലി ഒരു ഓളം ഉണ്ടല്ലോ, മീഡിയ ഉണ്ടാക്കുന്ന ഒരു ഓളം ഉണ്ട് ഇലക്ഷൻ സമയത്ത്. അത് എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ട് കുറെ പോയിന്റ്സ് വരും. ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിരിക്കും മീഡിയയുടെ ഒരു മെയിൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളത് കാണുന്നില്ല. ഓക്കെ, അതൊരു വിഷമമുണ്ട്. നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് പോവാം. പ്രധാനമായിട്ടും മോദിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലത്തെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമായിട്ട് വെച്ച് കാണിക്കുന്നത്, അവർ സ്വയം എടുത്ത് കാണിക്കുന്നത് ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചില ഡിബേറ്റിനെ കുറിച്ചുമൊക്കെ ഉള്ള വാർത്തകളൊക്കെ കണ്ടു കാണും. അപ്പോൾ പൽക്കി ശർമ്മ പറയുന്നു, അഭിജിത്ത് ബാനർജി അവിടെ നിന്ന് സംസാരിക്കുന്നു, പിന്നെ നമ്മൾ പഴയ പല സിംഹങ്ങളും അവിടെ നിന്ന് സംസാരിക്കുന്നൊക്കെ കണ്ടു. അപ്പോൾ അതിലൊക്കെ വരുന്ന ചില പോയിന്റ്സ്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള വാദങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ പ്രൈസ് റൈസിനെ കുറിച്ചുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം അവിടെ എടുത്തു പറയാം. പക്ഷേ എന്തൊക്കെ നോക്കിയാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവിടെ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു ആകത്തുക പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്ത്യ, അത് മോഡിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ മുന്നോട്ട് പോയിരിക്കുന്നു, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട് എന്നാണ് അവിടെ സ്ഥാപിച്ചു വെക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുക? അല്ല, എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്റ്റാർട്ടപ്പുകളായാലും കോർപ്പറേറ്റുകളായാലും കമ്പനികളായാലും സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നാ പറയുന്നത്, നമ്മുടെ ഒരു പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂട്ടുന്നതിലേക്ക് എത്തിയിട്ടില്ല. എത്തും. അതായത് ഇത് ഇപ്പം നിങ്ങൾ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ ഇപ്പോൾ ഈ റീസെൻ്റ്ലി റിലീസ് ചെയ്ത ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. 2011 മുതൽ 2019 വരെ ഒരു വലിയ രീതിയിൽ വർക്ക് ഫോഴ്സ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ വർക്ക് ഫോഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ജോബ് ഉണ്ടായില്ല. അതായത് ഇന്ത്യ ഇപ്പം ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണ്. മലപ്പുറം 1ാം സ്ഥാനത്തായ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീഡിയോ കണ്ടു, മലപ്പുറം 1ാം സ്ഥാനത്ത്. അപ്പൊ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പൊ ഇത്രയും യുവാക്കള്, അതായത് ജോലിക്ക് പ്രാപ്തരായിട്ടുള്ള അഡൾട്ട്സ്, അതായത് 15 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പൊ ഇത്രയും ആളുകൾ ജോലി ചെയ്യാൻ റെഡി ആയിട്ട് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ആളുകൾക്ക് എല്ലാമുള്ള ജോലി ഇല്ല. അതാണ് പ്രശ്നം. ആ ജോലി ഉണ്ടായി വരുന്നുണ്ട്. ഇനി നിങ്ങൾ ആ ഡേറ്റ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ 2019 ശേഷം നമ്മുടെ എംപ്ലോയ്മെന്റ് റേറ്റ് കൂടി വരുന്നുണ്ട്. അതായത് കോവിഡിലാണ് ഇത് ശരിക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്പായി പോയി. അതിനുശേഷം അത് ആഫ്റ്റർ കോവിഡ് ഇത് പയ്യെ തിരിച്ചു വരാൻ തുടങ്ങി. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ജെൻഡർ ഡിസ്പാരിറ്റി, അതായത് സ്ത്രീകളുടെ എണ്ണം, തൊഴിലേർപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അൺബിലീവബിൾ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ വേറൊരു ചോദ്യം BJP അനുകൂല ഹാൻഡിലുകൾ ചോദിക്കുന്നത്, ഈ ഡേറ്റയ്ക്ക് എത്രമാത്രം ഇതുണ്ട്, ക്രെഡിബിലിറ്റി ഉണ്ട്. നമ്മുടെ
ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ ലേബേഴ്സും രജിസ്റ്റേർഡ് ആണ് അല്ലേ? നമ്മുടെ ഇവിടെ ഉം. ലേബർ ലോ ഉണ്ട്, ലേബർ കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ നാഷണൽ ഐഡി ഉണ്ട്. സോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈസിലി ഡേറ്റ എടുക്കാൻ ഉണ്ട്. പറ്റും എത്ര പേര് ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ഉം. പേര് വെറുതെ ഇരിക്കുന്നുണ്ട്, ഉം. എത്ര പേര് സെൽഫ് എംപ്ലോയിഡ് ആണ്, അവന്റെ അക്കൗണ്ട് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. ഇങ്ങനെ ഉം. ഒരു സംഭവം ശരിക്കും ഇന്ത്യയിൽ ഇല്ല. ഇത് ഉം. പലതും ചോദിക്കുന്നു. അവരുടെ ഞാൻ അതിന്റെ ക്രൈറ്റീരിയ വായിച്ചു നോക്കി. അതായത് ഒരു കലണ്ടർ ഇയറിൽ ഇത്ര വർഷമെങ്കിലും ജോലി ചെയ്ത ആളുകളെയാണ് അവർ ജോലിക്കാരായിട്ട് കണക്കാക്കുന്നത്. ഉം. പിന്നെ ജോലി ഇവര് ചെല്ലുമ്പോൾ ജോലി ഉണ്ടായിരിക്കും. അപ്പൊ ഉം. അവര് ഇവര് ചിലപ്പോൾ അവർ അതിനുശേഷം ചിലപ്പം വീട്ടിൽ, അതായത് ഇപ്പൊ സ്ത്രീകളുടെ തന്നെ കാര്യം പറയുന്നത്, സ്ത്രീകൾ ഉം. ഒരു എക്കണോമിക് മോശമായിട്ടുള്ള ഒരു അവസ്ഥ വീട്ടിലുണ്ടാകുമ്പോൾ അവർ ചിലപ്പം ജോലിക്ക് പോകും കുറച്ച് നാളത്തേക്ക്. ഉം. അത് ഉം. കഴിയുമ്പം യെസ്. ഉം. അതിനുശേഷം അവർ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അവിടെ അപ്പോൾ ഒരു ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റകൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ള അതായത് ഈ ഡേറ്റ എടുക്കുന്നതിനകത്തുള്ള പിന്നെ മറ്റൊന്ന് ഗിഗ് എക്കണോമി. നമുക്കറിയാം ഈ പിന്നെ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട്, അതായത് ഊബർ, ഓല, സ്വിഗ്ഗി, ഇങ്ങനത്തെ ഒരു എക്കണോമി ബൂം ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയൊക്കെയുള്ള എത്ര പേര് എംപ്ലോയ്മെന്റ് ചെയ്യുന്നുണ്ട്, ഇവരുടെയൊക്കെ കണക്കുകൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. സോ ഇൻ എഫക്റ്റീവ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2019 മുതൽ പയ്യെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ ഇവിടെ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചറിലായിക്കോട്ടെ, അതുപോലെ മാനുഫാക്ചറിംഗിൽ ഒരുപാട് കമ്പനികൾ, ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ഒരു 3 to 4 ഇയേഴ്സും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു സംശയമുണ്ട് അവിടെ. അതായത് ഇപ്പോൾ ഈ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത്, ഇപ്പോൾ കേരളത്തിലൊരു വിഷയം നമ്മൾ എടുത്തു നോക്കാം. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ മുഴുവൻ തിരിച്ച് വണ്ടി കയറി പോവുകയാണ്. പ്രത്യേകിച്ച് യു പിയിൽ നിന്നുള്ള ആളുകൾ തിരിച്ചു പോകുന്നു. അങ്ങനെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രധാനമായിട്ടും ഇപ്പോൾ പണ്ട് തമിഴന്മാർ തിരിച്ചു പോയ പോലെ ഇന്നിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് യു പിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് പ്രധാനമായിട്ടും ബീഹാർ, അതുപോലെ ഒറീസ, പിന്നെ അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, അതായത് പുതിയ മേച്ചിൽപ്പുറം തേടി വരുന്ന പുതിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു എന്നൊരു ചോദ്യം. അത് വരുന്ന സമയത്ത് രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, ആ തിരിച്ചു പോകുന്ന ആളുകളുടെ ആ സ്ഥലങ്ങളിലുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ തന്നെ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വാദം. രണ്ടാമത്തത്, അവർ പ്രതീക്ഷിച്ച അത്ര, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും ഒരു വരുമാനം അത് നിലവിൽ കിട്ടുന്ന സാഹചര്യം ഇല്ല, അത് ഇടിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ കേരളത്തിലെ നിർമ്മാണ മേഖല ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ അത്തരം ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം വളരെ വലിയ തോതിൽ താഴോട്ട് പോന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഇത് കേരളത്തിനകത്ത് ഇപ്പോൾ ഒരു നിയമസഭാ ഇലക്ഷൻ്റെ ചർച്ച ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഇവിടെ ഉന്നയിക്കുക കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് കൂടി എന്ന് തന്നെയല്ലേ നമ്മളിവിടെ ഉന്നയിക്കുക. അത് കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിലെ ടോപ്പ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് അതാ ഉള്ള ഞാൻ പറഞ്ഞു സ്ഥലം വന്നത്. കേരളമാണ്. അതെ. യെസ്. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് വന്നത്, ഇവിടെയുള്ളവര് ഞാൻ പറഞ്ഞു വന്നത്, ചോദിക്കാൻ വന്നത് ഇതാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നതിൻ്റെ കാരണം അത് കേരളത്തിലെ സ്റ്റേറ്റ് പോളിസീസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രധാനമായിട്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഈ കൺസ്ട്രക്ഷൻ മേഖലയെ വലിയ തോതിൽ ബാധിച്ചിട്ടുള്ള അത്തരം പോളിസികൾ, അതല്ലേ അതിലേക്ക് വഴിവെച്ചത്. അപ്പോൾ ഇത് സ്റ്റേറ്റ്സിൻ്റെ ഭാഗത്തും കൂടി ഇതിനകത്തൊരു വലിയ പങ്കില്ലേ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് കോവിഡ് ഒരു ഇറ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ഒരു കോറിലേഷൻ നമുക്ക് കാണാൻ കഴിയില്ലേ? അല്ല, കേരളത്തിന്റെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. കേരളത്തിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറെ കാലങ്ങളായിട്ട് വളരെ ഹൈ ആണ്. അതിന്റെ ഒരു വൺ ഓഫ് ദി റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലിയില്ല. നമ്മുടെ നിങ്ങൾ ബീഹാറിലോ യു പിയിലോ ഉള്ള പഠിക്കാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാത്ത ആളുകളുടെ ഒരു കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ കേരളം വിദ്യാഭ്യാസത്തിലും ആ കാര്യത്തിലും എല്ലാം നമ്പർ 1 ആണ്, ടോപ്പാണ്. പക്ഷേ ഈ പഠിച്ചിറങ്ങുന്ന, ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്നു അല്ലെങ്കിൽ ഡിഗ്രി നേടുന്ന ആളുകൾക്ക് അവരുടെ പിന്നെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി ഇവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ അവർ നാട് വിട്ടു പോവുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ. അതപ്പോൾ ഇവിടെ ഉള്ള തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ കോളർ ജോബ്സ് ആണ്. അത് ചെയ്യാൻ ഈ അവരുടെ ഒരു എഡ്യൂക്കേഷണൽ ഡിഗ്രി മൂലം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അഭിമാന ബോധം സമ്മതിക്കുന്നില്ല. ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് ദാറ്റ് ജോബ്. അത് അതിന് വേണ്ടിയിട്ട് ഇത്രയും പഠിക്കേണ്ട കാര്യമില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഒരു കാര്യം കൂടി അതിലൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞു നിർത്തിട്ട് പറയാം.
ആ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്. ആ. അപ്പം ശരിക്കും പറഞ്ഞാല് കേരളത്തില് ഉം. കമ്പനികള് അല്ലെങ്കില് വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങളും പിന്നെ ഇൻവെസ്റ്റ്മെന്റുകളും ഇവിടെ ഇല്ല. കാലങ്ങളായിട്ടില്ല. ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ ഇവിടെ മെയിനായിട്ട് ഉം. വരും നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ലുലു മാള്, ഒബ്റോൺ മാള് അതെ. ഇങ്ങനത്തെ മാളുകളൊക്കെ വരുന്നതിനെ കുറിച്ചാണല്ലോ. കൺസ്യൂമർ ഉം. മേഖലയിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ അതെ. കടയിൽ ഷോപ്പുകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ ശമ്പളം എത്രയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഉം. നമ്മള് ശരിക്കും നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് അത്രയും പിന്നെ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ല. പിന്നെ ഒരു കാര്യവും കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ ഇപ്പം ഉം. പരിചയത്തിലുള്ള ആൾക്കാര് കമ്പനി നാട്ടിൽ നടത്തുന്നുണ്ട് കേരളത്തില്. ഉം. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്കറിയാം ഇപ്പം അതേ കമ്പനി തന്നെ നമ്മൾ ഹൈദരാബാദിൽ പോയിട്ട് ഒരു ഓഫീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ഉം. കാണുന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അവര് ഓക്കെ. 3 മാസം 4 മാസം കഴിയുമ്പോൾ റിസൈൻ ചെയ്ത് പോവാണ്. ദേ ആർ ഉം. നോട്ട് വില്ലിംഗ് ടു പുട്ട് ദിയർ ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊരു മടി ഭയങ്കരമായിട്ടുണ്ട്. അതേസമയം ഹൈദരാബാദിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൾക്കാരെ കിട്ടുന്നു. അവര് കുറെ കൂടെ ലോയൽ ആയിട്ട് നിൽക്കുന്നു കമ്പനിയുടെ കൂടെ. അപ്പോൾ നമ്മൾ ആ ഒരു വർക്ക്മാൻഷിപ്പ് നോക്കുമ്പോഴും കേരളത്തിന് വെളിയിൽ പോയി കഴിയുന്നതോടെ മലയാളിയുടെ സ്വഭാവം മാറുന്നു. എന്താണ് അതിന്റെ ഉം. പിന്നിലെ മനഃശാസ്ത്രം നമുക്കറിയത്തില്ല. ഉം. കേരളത്തിൽ ഓക്കെ. നമ്മൾ ജോലി ചെയ്യാൻ ഭയങ്കരമായിട്ടൊരു റിലക്റ്റൻസ് ഉണ്ട്. അത് ഉം. എന്തുകൊണ്ട്, കാലാവസ്ഥയാണോ മറ്റ് സാമൂഹിക പ്രശ്നങ്ങളാണോ, ഐ ഡോണ്ട് നോ ശമ്പളത്തിൽ ദാറ്റ്. വ്യത്യാസമുണ്ടോ? ശമ്പളത്തിൽ വലിയ വ്യത്യാസമില്ല. ഇല്ല. പിന്നെ ഹൈദരാബാദ് അല്ല. ഓഫ് കോഴ്സ് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള സിറ്റിയാണ്. സോ ഉം. അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. ഉം. ഓക്കെ. എനിക്ക് തോന്നുന്നത് ശരി. ഫെസിലിറ്റീസ്, അതായത് ഒരു സിറ്റി ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റികളായിരിക്കും, അല്ലെങ്കിൽ ഫ്രീഡം ആയിരിക്കാം, സംതിങ് എൽസ്, ഐ ഡോണ്ട് നോ. ഓക്കെ. അല്ല, അപ്പോഴും ഞാൻ അപ്പോഴും മറ്റൊരു തലത്തിൽ ഞാൻ ഇടയ്ക്ക് ഇടപെടാൻ തോന്നിയത് ആ ഒരു ഘട്ടം വന്നപ്പോഴാണ്. അതായത് ആ വാദം പോലും കേരളത്തിൽ പഠിച്ച ആളുകൾക്ക്, നമ്മൾ ബ്ലൂ കോളർ ജോബിനെ കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ഈ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുടെ കാര്യം എടുക്കുമ്പോൾ പോലും കാലങ്ങളായിട്ട് കേൾക്കുന്ന കാര്യമാണ്. നിങ്ങൾ വലിയ കേരളം നമ്പർ 1 എന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോഴും മലയാളികൾ കൂടുതലും വെളിയിലാണ്, ദുബായിലാണ്, മിഡിൽ ഈസ്റ്റിലാണ്, അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയല്ലേ പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളിയാക്കലായിട്ട് തന്നെ നമ്മൾ കാണാറുണ്ട്. അപ്പോഴും അവരവിടെ സിഗ്നൽ ചെയ്യുന്നത് കേരളം എന്ന് പറയുന്ന സ്ഥലം ഈസ് നോട്ട് അത്തരം ഒരു അങ്ങനെ ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടല്ല വിലയിരുത്തപ്പെടുന്നത് എന്ന ഒരു നറേറ്റീവ് അവിടെ ഉണ്ട്. അപ്പോൾ വീണ്ടും അതിനു കാരണം സെൻറ്റർ ആണോ സ്റ്റേറ്റ് ആണോ എന്നുള്ളതാണ്. അല്ല, അതിപ്പം കേരളത്തിലെ തൊഴിൽ മേഖല വികസിക്കാത്തതിന് സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് തന്നെയാണല്ലോ. ഇപ്പം എന്തുകൊണ്ട് ഗുജറാത്തിലും ബോംബെയിലും ഒക്കെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഫ്ലറിഷ് ചെയ്യുന്നു, കേരളത്തിൽ എന്തുകൊണ്ട് ഉണ്ടായില്ല? അല്ലെങ്കിൽ നമ്മൾ ആദ്യം ടെക്നോ പാർക്ക് തുടങ്ങി നമ്മളെ എന്തുകൊണ്ട് ഹൈദരാബാദും ബാംഗ്ലൂരും ഒക്കെ ഓവർടേക്ക് ചെയ്തു? പോയി. അതെ. സോ നിങ്ങൾ അത് അവിടെ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് പോളിസികളാണ് പ്ലേ ചെയ്യുന്ന റോള്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആൾക്കാരുടെ മനോഭാവം, ഒരു സോഷ്യലിസ്റ്റ് മൈൻഡ് സെറ്റ്, കേരളത്തിൽ ജീവിക്കുമ്പം ജോലി ചെയ്യാതിരിക്കുക, എങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കുക, കേരളത്തിന് വെളിയിൽ പോകുമ്പം എല്ലുമുറിയെ പണിയെടുക്കാൻ തയ്യാറാവുക, മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ഭയങ്കര അനാവശ്യമായ ഒരു അഭിമാന ബോധം ഉണ്ട്. പല ജോലികളും നമ്മൾ കേരളത്തിൽ ചെയ്യാൻ തയ്യാറാവില്ല, അതേ ജോലി നമ്മൾ കേരളം വിട്ടാൽ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ്, കൾച്ചറൽ ആയിട്ടുള്ള പല കാരണങ്ങൾ, മൈൻഡ് സെറ്റ്, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെയും അതുപോലെ സംരംഭങ്ങളെയൊക്കെ എങ്ങനെ കാണുന്നു, അതിനോടുള്ള നമ്മുടെ സമീപനം, ഇതെല്ലാം ഇവിടെ പലതരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. പക്ഷേ അതെല്ലാം അതിനകത്തൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യത്യാസം വരില്ല. അപ്പോൾ കേരളത്തിലെ ആൾക്കാർ മോശമായത് കൊണ്ടല്ലല്ലോ നമുക്കിവിടെ തൊഴിലില്ലാതെ പോകുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് പ്രൊജക്ട്സ് എന്ന് പറയുന്ന 2 സംഗതികൾ, ഒന്ന് ആ ഒരു നെടുനീളൻ ഒരു റോഡ് ശൃംഖല ഇപ്പോൾ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്, പിന്നെ നമ്മളുടെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അതുപോലെ മൾട്ടിപ്പിൾ എയർപോർട്ട്സ് വരുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഒരു ആസ് എ സ്റ്റേറ്റ് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ മൊത്തം ബിസിനസ് പ്രൊഡക്ഷൻ അത് വളരെയധികം, എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു മാഗ്നിറ്റ്യൂഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളൊരു സംഗതിയാണല്ലോ അത് നിലവിൽ. അപ്പോൾ അത് ഫുള്ളി ഫങ്ഷണലായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ ഇപ്പോൾ ഈ പണിതുകൊണ്ടിരിക്കുന്ന റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ത്യ മൊത്തം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ട് നമുക്കറിയാം.
അത് കംപ്ലീറ്റ് ഉം. ആയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെയും ഫലം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. മിനിമം ഇപ്പോൾ 2026 വരെയെങ്കിലും കാത്തിരിക്കണം, കേരളത്തിലെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉം. വരുമ്പോൾ അതിൻ്റെയും ആ ഒരു ഫ്രൂട്ട്സ് അത് പുറത്തെത്തി, അത് നമ്മൾ കണ്ട് കേരളത്തിൻ്റെ GDP വർദ്ധിക്കുന്നത് നമ്മൾ പറഞ്ഞ് കേരളവും മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വരാൻ സമയമെടുക്കുമ്പോൾ ഇപ്പം നമ്മൾ അത് താഴോട്ടാണ്, അത് വളരുന്നില്ല, അത് ഇങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഏർലി ജഡ്ജ്മെൻ്റ് ആയിട്ട് നമുക്ക് കണ്ടൂടെ? അല്ല, ഇത് കാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതർ സ്റ്റേറ്റുമായിട്ടാണല്ലോ. നമ്മുടെ ഉം, തൊട്ടടുത്തുള്ള തമിഴ്നാട്, അല്ലെങ്കിൽ കർണാടകം, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മൾ ഒന്നാമതാണെന്ന് പറയുന്നു. മറ്റ് ഉം, സംസ്ഥാനങ്ങളും നമ്മുടെ പിറകെ ഉണ്ട്. ഉം. അപ്പോൾ അവരും നമ്മളോട് പറയാണ്, സി ഞങ്ങൾ ഇപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്, സോ ലെറ്റ്സ് ഗീവ് us സം ടൈം, സോ ഞങ്ങൾ അതെ. നിങ്ങളുടെ ഒപ്പം എത്തും. ഓക്കെ. അപ്പോൾ നമ്മൾ അതല്ല, നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ പോകണ്ട. നമ്മൾ പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ എത്രമാത്രം കേരളം എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പം ഞാൻ പറയാം, ഗവൺമെന്റ് സെക്ടറിൽ ആ ഗവൺമെന്റ് ഫ്രണ്ട്ലിനെസ്. ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്നുള്ള ഗവൺമെന്റ് ഉം, ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്ന് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരുപക്ഷെ സുതാര്യമായിരിക്കും കേരളത്തിൽ ഉം. മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന അത്രയും കൈക്കൂലി കൊടുക്കേണ്ടി വരില്ല. കൈക്കൂലി വേണ്ട. ഉം. അങ്ങനെ കൈക്കൂലി വേണ്ട, തീരെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇറ്റ്സ് ഉം. സംതിങ് മോർ കുറവാണ്. ഈസി ആയിരിക്കും കുറെ കൂടെ. ഉം, ഉം. കുറെ കൂടെ നമ്മള് എപ്പോഴും ഒരു സർക്കാർ അവിടെ ഉദ്യോഗസ്ഥരെല്ലാം 10 ആൾക്ക് വളരെ കൊടുക്കേണ്ടത് ഇവിടെ അടച്ചാക്ഷേപിക്കുന്ന ഒരു 2 ആൾക്ക് നിലപാട് കൊടുത്താൽ നമുക്ക് മതിയാവും. അപ്പൊ എല്ലാരെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാട് നമുക്കുണ്ടെങ്കിലും അതെ. നമ്മുടെ ആ. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരും ഉണ്ട് അതിനകത്ത്. ഉഴപ്പുന്ന ഉം, ആൾക്കാർ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. പക്ഷെ ഉം, ഇതൊന്നും അല്ല പ്രശ്നം. ഇപ്പൊ ഈ ഗവേണൻസിൽ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ശരിയാണ്. ഇപ്പൊ ഉം, പി രാജീവിന്റെ ഒക്കെ ഉം. പല പോസ്റ്റുകളും കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷെ ഉം. അത് പ്രശ്നം അതല്ല. നമ്മുടെ ഇവിടെ ഒരു സംരംഭകരെ വളരാനുള്ള ഒരു കൾച്ചർ ഇല്ല നമുക്ക്. അതാണ് നമ്മുടെ ഒരു ഓക്കെ. പ്രശ്നം. അതായത് ഉം, ഇവിടെ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുമ്പം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. ഇപ്പം എക്കണോമിക് സോൺ, സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു സ്ഥാപനം തുടങ്ങിയാൽ, ഇപ്പം സന്തോഷ് കുളങ്ങര ആലുവ പിന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കൂടെ യാത്ര ചെയ്തിട്ടിരുന്ന ഒരു വീഡിയോ പി രാജീവ് തന്നെ ഷെയർ ചെയ്തു. നോക്കൂ, കേരളം സംരംഭകർക്ക് അതെ. വളരെ ഇതായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് അതെ, അതെ. സ്ഥാപനങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദ ഉം. പ്രോബ്ലം ഈസ് അതിനകത്ത് ട്രേഡ് യൂണിയൻ ഇല്ല. അതിനകത്ത് ഈ അതാണ്. പറഞ്ഞ അലമ്പ് സെറ്റപ്പ് ഒന്നും ഇല്ല. കാരണം അത് സ്പെഷ്യൽ അതെ, എക്കണോമിക് സോൺ ആണ്. അതേസമയം നിങ്ങൾ അതെ. വെളിയിലുള്ള ഒരു കടക്കാരനോടോ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ SME MSME സെക്ടറിലൊക്കെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ട്രൂ. യെസ്. രാവിലെ മുതൽ പിരിവ് തുടങ്ങും. ഉം. പല പല പാർട്ടിക്കാരന്റെ പിരിവ്. പിന്നെ സമയത്ത് തൊഴിലാളികൾ വരത്തില്ല. ഈ തൊഴിലാളികളെ എന്തെങ്കിലും പറയാനോ, തൊഴിൽ നിയമങ്ങൾ സ്ട്രിക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഉം. തൊഴിലാളികളെ കൺട്രോൾ ചെയ്യാൻ സംരംഭകന് സാധിക്കുന്നില്ല. ഉം. അപ്പൊ നിങ്ങൾ ഇവന്റെ കാല് പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഉം. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കൾച്ചർ, ഞാൻ പറഞ്ഞ പോലെ ബേസിക്കലി നമ്മളൊരു പിന്നെ സംരംഭക കൾച്ചറുള്ള ഉം. ആളുകളും സമൂഹവുമല്ല. അത് ചില ഉം. മേഖലകളിലുണ്ട്, ചില മേഖലകളിൽ വളരെ മോശമാണ്. ഓക്കെ. ഇപ്പോൾ ആ കിൻഫ്ര ഫുഡ് പാർക്കിനകത്തുള്ള ഒരു വിഷ്വലാണ് ഉം. അന്ന് അതെ, സഞ്ജോത് അതെ. കിൻഫ്ര ജോർജ് ഫുഡ് കുളങ്ങര പാർക്കില്. അതെ. കാണിച്ചത്. ആ വീഡിയോ ഉം. വന്നപ്പോൾ തന്നെ അതിൻ്റെ താഴെ വന്ന ഒരുപാട് കമൻറ്റുകളുള്ളതിൽ ഒരെണ്ണം ശ്രദ്ധയപ്പെട്ടത് ഇതായിരുന്നു. ഒന്ന്, ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി, അതായത് അവിടെ ട്രേഡ് യൂണിയൻ ഇല്ല, അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത ഉം. എന്ന് പറയുന്ന ഒരു ഉം. സംഗതി. രണ്ട്, ഉം. അവിടുത്തെ ഒരു ഉം. പോരായ്മയായിട്ട് പല ആളുകളും ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടെ ഒരു ഇന്നോവേഷൻ്റെ കുറവ് നല്ലോണം അവിടെ ഉം. കാണാമായിരുന്നു. എല്ലാം മാനുവലായിട്ട് തൊലി പൊളിക്കുന്നത് മുതൽ ഉം. ഉം. എല്ലാം തറയിലൊക്കെ ഇരുന്ന് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരു ഉം. സംഗതി. അപ്പോൾ അതും ഇവിടെ ഒരു കുറവ് തന്നെയല്ലേ, ഒരു ലാക്ക് ഓഫ് ഇന്നോവേഷൻ, അത്തരത്തിലുള്ള ഒരു എക്സ്പെർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് അത് മോഡേണൈസ് ചെയ്യുന്ന കാര്യത്തിൽ. ബിസിനസ്സുകളെല്ലാം വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കിങ്ങും അതിന്റെ ഒരു ഡൈനാമിക്സ് തന്നെ വേറെയാണ്. ഇപ്പം നമ്മൾ ഉം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, നിങ്ങൾക്കറിയാം, കേരള ഉം. സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് എക്സിബിഷൻസ് നടത്തുന്നുണ്ട്, ആ. ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ അവരുടെ വന്ന് പ്രസന്റ് ചെയ്യാറുണ്ട്. ഈ ആ. സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ അവസ്ഥ എന്താകുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയത്തില്ല. കാരണം അതെ. സ്റ്റാർട്ടപ്പുകൾ മാത്രം വന്നാൽ, സ്റ്റാർട്ടപ്പുകൾക്ക് വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ. ദേ നീഡ് ഉം. ടു കണക്ട് ടു ദ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ VCകൾ ഉം. വരണം, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ വരണം. ഉം. അവർക്ക് ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, അവരെ കണക്ട് ചെയ്ത് ഉം. കൊടുക്കണം. സോ ബിസിനസ് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റണം. ആ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ വേണം ഇതിൻ്റെയൊക്കെ തലപ്പത്ത് വരാൻ, അല്ല യെസ്. രാഷ്ട്രീയക്കാരായിരിക്കരുത്. ഉം. സോ ദേ നീഡ് ടു ബ്രിങ് പ്രൊഫഷണൽസ്. എന്നിട്ട് ഉം. ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറുള്ളൂ. പിന്നെ ഉം. നമുക്ക് നോക്കാവുന്ന ഒരു മേഖല ടൂറിസമാണ്. ഉം. ടൂറിസത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരാണും പെണ്ണും ഒരുമിച്ച് റൂം എടുത്താൽ തന്നെ ഇവിടെ 100 ചോദ്യമാണ് ഗ്രാമങ്ങളിലൊക്കെ. സോ ഈ അതെ. സദാചാര പോലീസിങ് ഉൾപ്പെടെ മാറണം, നമ്മുടെ ആ കൾച്ചർ മാറണം. ഉം. നമ്മൾ ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ചെകഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ. സോ യുക്തിവാദികൾ ഉൾപ്പെടെ.
മറ്റുള്ളവൻ എന്ത് അതെ. ചെയ്തു എന്ന് നോക്കിക്കൊണ്ടാണല്ലോ നടക്കുന്നത്. അപ്പൊ അതെ, ഈ അതെ. ഒരു സ്വഭാവം മാറ്റുക എന്നുള്ളത് പരമപ്രധാനമാണ്. അപ്പം ഒരു അങ്ങനെയൊക്കെ ബേസിക്. വരുമ്പോഴാണ് ടൂറിസം മേഖല ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്ത് ഉം. പോവുള്ളൂ. ഓക്കെ. ഓക്കെ. എന്തായാലും ഞാൻ ആ ചർച്ച തൽക്കാലം ഒന്ന് ഒരു ഒരു അർദ്ധവിരാമം ഇടുകയാണ്. ഇനി വീണ്ടും നമുക്ക് ഉം. വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ആ ഭാഗം ഉം. വരുമ്പോൾ നമുക്കത് പറയാം. കാരണം നമ്മൾ ഈ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ സൂചിപ്പിച്ചു. ഓക്കെ, വലിയ വലിയ മാറ്റങ്ങളുണ്ട്. വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പല കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ അതിൽ കുറവുകളെക്കുറിച്ചും പറയുന്നു. അപ്പോഴും ഉം. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. ആ, ഉം. അതായത് അതെല്ലാം മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച സംഗതിയുടെ ബാക്കിയാണ് ഒന്ന്. രണ്ട്, ഇത് ആഗോളീകരണം 1990s നടന്നിട്ടുള്ള ആ ഒരു വലിയൊരു ഒരു ഒരു ഉം. ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ഉം. ഫൈനാൻഷ്യൽ സെക്ടറിലുള്ളൊരു റെവല്യൂഷൻ, അതിൻ്റെ ബാക്കി ഉം. പത്രമാണ്. അത് മോദി വിചാരിച്ചാലും തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുമാണ് ഇവിടെ തെളിഞ്ഞത് എന്നുള്ള ഒരു ഉം. രണ്ട് ഉം. കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഉം. എൻ്റെ അതിനകത്തുള്ളൊരു കമൻ്റ് എന്ന് പറയുന്നത്, ഉം. അവർ പറഞ്ഞത് ഉം. ഡെവലപ്മെൻറ്റ് ഇല്ല എന്നല്ല, അത് ഉണ്ട്. പക്ഷേ അത് മോഡിയല്ല, അത് മൻമോഹൻ്റെത് തുടർന്നതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയാതെ സമ്മതിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് തന്നെയാണ്. ഉം. അപ്പോൾ അത് സമ്മതിക്കേണ്ടി വരികയാണ്, അവർ സമ്മതിക്കുകയാണ്. അപ്പം ഇനി എൻ്റെ ഉം. ചോദ്യം, സംശയം, അല്ലെങ്കിൽ പൊതുവിൽ വരാനുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇതിങ്ങനെയാണോ? ഇത് ട്രെയിൽ എഫക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ അത് തടഞ്ഞില്ല എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? സി 1991 നമ്മൾ ലിബറലൈസേഷൻ വരുത്തുന്നു. അതായത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അതോടുകൂടി നമ്മൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ വളർന്നില്ല. നമ്മുടെ വളർച്ച 2000 കൂടിയാണ് ശരിക്കും പീക്കിലേക്ക് കണ്ടത്. എത്തുന്നത്. ഉം. 8% ഉം. മുതൽ 10% വരെയുള്ള വളർച്ചയിലേക്ക് പോകുന്നു. പിന്നെ 2008 വരെ നമ്മളൊരു ഒറ്റപ്പോക്കായിരുന്നു. പിന്നെ ഉം. നമുക്കറിയാം Y2K ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, IT ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്ത്, നമ്മുടെ സർവീസ് ഇൻഡസ്ട്രി വലിയ രീതിയിൽ ബൂം ചെയ്ത്, ഇതെല്ലാം നമുക്ക് പ്ലസ് ആയിട്ട് വന്നു. 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നു. ആ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാകുന്നു. 2009, 2010 നമ്മൾ വീണ്ടും ഗ്രോത്ത് പുറകോട്ട് പോകുന്നു. 2010 ഒന്ന് ചെറുതായിട്ട് റിക്കവർ ചെയ്തു. പക്ഷേ 2011, 12, 13, 14 മോഡി വരുമ്പോഴും മോശം. നമ്മൾ ഒരു 6.5, 5.5 ഒക്കെയാണ് റേറ്റിംഗ് GDP ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ 2014 തൊട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് BJP ഗവൺമെന്റ് ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് പോളിസീസിൽ കൊണ്ടുവന്നു. ഇവർ നീതി ആയോഗ് വരുന്നു, മറ്റേ സംഭവങ്ങൾ വരുന്നു, പല 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 ഭരണപരിഷ്കാരങ്ങൾ വരുന്നു, GST ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നോട്ട് നിരോധനം വരുന്നു. സോ ഇവൻച്വലി ഒരു ഭയങ്കര സ്ട്രക്ചറൽ ചേഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ട്രക്ചറൽ ചേഞ്ചിൽ പോസിറ്റീവായതും നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ GST കളക്ഷൻ സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുക. എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട്. അതായത് പാരലൽ എക്കണോമി ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. പാരലൽ എക്കണോമി വലിയ രീതിയിൽ നമ്മൾ ഒഫീഷ്യൽ കൺട്രോൾ എക്കണോമിയായി ചെയ്യപ്പെട്ടു. മാറി. അപ്പോൾ അത് ഈ ഒരു സർക്കാരിന്റെ ഭരണ നേട്ടമാണ്. അത് മൻമോഹൻ സിംഗ് തുടർന്ന് ഭരിച്ചിരുന്നെങ്കിലും അവരും ചിലപ്പം GST ഇംപ്ലിമെന്റ് ചെയ്തിരുന്നേനെ. സോ ബട്ട് വാട്ട് എവർ ഇവർ ഇംപ്ലിമെന്റ് ചെയ്തു, അതിന്റെ എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ അല്ലെങ്കിൽ വേറെ പഴയ ടാക്സ് സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഇംപ്ലിമെന്റ് ചെയ്തു, അതിന്റെ ക്രെഡിറ്റ് അവർക്കുള്ളതാണ്, ആ സർക്കാരിനുള്ളത്. അപ്പം ലിബറലൈസേഷന്റെ ക്രെഡിറ്റ് മൻമോഹൻ സിംഗിന് അവകാശപ്പെട്ടതുപോലെ തന്നെ GST ഇംപ്ലിമെന്റ് ചെയ്ത ക്രെഡിറ്റ് മോദി സർക്കാരിനുള്ളതാണ്. പിന്നെ GST വരുമാനം കൂടുന്നതനുസരിച്ച് ഇവിടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മുടെ GST റേറ്റ് ഭീകരമാണ്. പല സാധനങ്ങൾക്കും ഒരു കമ്പനിയോ ഒരു സ്ഥാപനമോ ഉണ്ടാക്കുന്ന ലാഭത്തിൽ കൂടുതലാണ് ഒരു ഇടപാട് നടക്കുമ്പോൾ സർക്കാർ ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ GST ഏകീകരിച്ചപ്പം നമ്മളെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടാക്സ് ലോസിൽ കൂടെ ഒരുപാട് മണി പോകുന്നതിനെ നമ്മൾ തടയിടുന്നു. അതായത് നമ്മൾ ഒരുപാട് പേരെ നമ്മുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാകുന്നു, ടാക്സ് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നു. സോ ദ വോളിയം ഇൻക്രീസ് ചെയ്തു. വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടാണല്ലോ ഇത്രയും റെക്കോർഡ് GST നമുക്ക് കിട്ടുന്നത്. ഇനി 28%, 24% GST ഒക്കെ ഓരോ സാധനങ്ങൾക്ക് അടിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യാതൊരു മനസാക്ഷിയില്ലാത്ത ടാക്സേഷനാണ്. ഈ ടാക്സേഷൻ ഇതൊരു ടാക്സ് കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ടാക്സ് കൊള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവസാനിപ്പിക്കണം. അത് കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ അത് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ സാധാരണക്കാരന് എത്ര രൂപയാണ് ഒരു സാധനം മേടിക്കുമ്പോൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് സർക്കാരിലേക്ക്. അപ്പോൾ ഈ പ്രൈസ് റൈസിന് ഒരു കാരണം അതായിക്കൂടെ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് ഇത് മുഴുവൻ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ ഇപ്പം നിതിൻ ഗഡ്കരിയുടെ റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ നിങ്ങൾ കേട്ടറിയാം. നമ്മൾ ഹൈവേ പ്രൊജക്ടുകൾ തന്നെ എല്ലാം തന്നെ ഒന്നെങ്കിൽ PPP അല്ലെങ്കിൽ BOT. സോ ദർ ആർ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ദേ ആർ യൂസിങ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഓരോ വലിയ ഹെവി പ്രൊജക്റ്റിലും അവർ ആ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ മണി കണ്ടെത്തുന്നുണ്ട്.
ദെൻ ഉം. വേർ യു ആർ ഇൻവെസ്റ്റിംഗ് ഓൾ ദിസ് മണി. അതായത് ഈ സർക്കാരും ഹെവിലി സബ്സിഡൈസ്ഡ് സോഷ്യലിസ്റ്റ് സർക്കാർ തന്നെയാണ് ബിജെപി ഉം. സർക്കാർ. ഓക്കെ. ഭീകരമായിട്ടുള്ള പിന്നെ ഒരുപാട് പദ്ധതികൾ പൈസ ഈ കൊണ്ട കൊടുക്കുന്ന പരിപാടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് പദ്ധതികളിൽ നിന്ന് പയ്യെ പിന്തിരിഞ്ഞുകൊണ്ട് ഈ ടാക്സ് ബേർഡൻ ആൾക്കാരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ടാക്സ് ബേർഡൻ കുറച്ച് കൊണ്ടുവരണം എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത് ഈ ഇനിയും ഇവർ ചെയ്തില്ല എങ്കിൽ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകും. ഓക്കെ. അതൊരു വലിയൊരു ഒരു ഒരു ഇമ്മിനന്റ് ഡേഞ്ചർ ആയിട്ട് അവിടെ കിടക്കുന്നു. ടാക്സ് കൊള്ള നടക്കുന്ന വൺ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഒന്നും ഇവിടെ ഇല്ല. ബിക്കോസ് സ്റ്റിൽ യു ആർ പേയിങ് ഐ തിങ്ക് അറൌണ്ട് 50% ഓഫ് യുവർ ഇൻകം ആസ് ടാക്സസ്. നിങ്ങൾ സാലറീഡ് ആണ്, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നു, ശേഷം നിങ്ങൾ ഓരോ സാധനങ്ങളും മേടിക്കുമ്പോൾ GST സാധനത്തിന് അടയ്ക്കുന്നു, ഏതോ ഇടപാട് നടത്തുമ്പോഴും ടാക്സ് അടയ്ക്കുന്നു. എങ്ങനെ നോക്കിയാലും ഭീകരമായ 50% ടാക്സേഷൻ അല്ലേ? അതെ. ഭീകരമായ ഓക്കെ. ടാക്സേഷൻ അല്ലേ? അപ്പം അത് റീകൺസിഡർ ചെയ്യേണ്ട ഒരു സംഗതിയാണെന്ന് മാത്രമല്ല, ഇതിനെ വിമർശിക്കുന്ന ഇപ്പോൾ പ്രതിപക്ഷം ഒരിക്കൽ പോലും ആ ഒരു വിഷയത്തെക്കുറിച്ച് മിണ്ടുന്നുമില്ല. അപ്പം അതിനർത്ഥം ദേ ആർ അവരൊക്കെ ഓൾസോ മിണ്ടുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട് എന്നല്ലാതെ അതിനൊന്നും ഒരു കൺസോൾട്ടേറ്റഡ് ഒരു അവർക്ക് ഒരു അറ്റാക്ക് എന്ന രീതിയിൽ ഭരിക്കുന്ന ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടാക്സ് കുറയ്ക്കുന്ന കാര്യം വരുമ്പോൾ GSTയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്താൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉൾപ്പെടെ തയ്യാറില്ല. ഇപ്പോൾ കേരള അതെ. സർക്കാർ ഉൾപ്പെടെ അതിനകത്തുനിന്ന് അതെ. അവരുടെ മെയിൻ വരുമാനം. ഇപ്പൊ അത് ടാക്സ് മാത്രമല്ല, റീഡിസ്ട്രിബ്യൂട്ട് അഡീഷണൽ ചെയ്യുന്നത്. സെസ്സും കൂടി ഏർപ്പാടാക്കുകയാണല്ലോ ഇവിടെ ചെയ്ത്. അതെ. അതിനു മുകളിൽ അപ്പം ഇതാ എല്ലാ സർക്കാരുകളുടെയും പ്രശ്നം ഇതാണ്. എവരി വൺ വാണ്ടഡ് ടു ഡു എ ലോട്ട് ഓഫ് ഫ്രീബീസ് ടു വിൻ വോട്ട്സ്. അതിന് നമ്മൾ അവർക്ക് ഉള്ള കുറച്ച് ടൂളുകളാണ് ഈ GST, മറ്റേ സാധനം വാറ്റ്, ഈ സംഭവം പിന്നെ സ്പെഷ്യൽ മറ്റേത് സെസ്, ഇങ്ങനത്തെ സംഭവങ്ങളിൽ അടിച്ചു തരിക. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സെസ് അടിച്ചു തരുന്നതിൽ ഒട്ടും പിറകിലില്ല. ഇഷ്ടം പോലെ സെസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് പ്രേതം അത് നമ്മൾ വിട്ടൊഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. തീർച്ചയായിട്ടും ഇല്ല, ഭീകരമായിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം അപ്പോൾ വീണ്ടും വരുന്നത്, ഇവിടെ കമൻറ്റിലും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് 1990s 91 ഇങ്ങനെ ഒരു പുതിയ ട്രാൻസ്ഫോർമേഷൻ മൻമോഹൻ സിംഗിലൂടെ വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, അതിന് മുന്നേ വരെ അത് നടത്താതെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഇല്ലാതെ ഇവിടെ തുടർന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊരു 2 വാക്ക്. അതെന്തായിരുന്നു? അതെന്തുകൊണ്ട് നടന്നില്ല? അതിന് ആരാണ് ഉത്തരവാദി? അതും കൂടി ഒന്ന് പറഞ്ഞാലല്ലേ ഈ ചിത്രം കംപ്ലീറ്റ് ആവുള്ളൂ. ബേസിക്കലി നമ്മൾ അതിനെപ്പറ്റി പറയുന്ന ലൈസൻസ് രാജ്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഹരിദാസൻ ചേട്ടൻ പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അഭിലാഷ് എഴുതിയിട്ടുണ്ട്. അഭിലാഷ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. സോ ലൈസൻസ് രാജ് എന്ന് പറയുന്ന ഓരോ കമ്പനികളും എന്തൊക്കെ സാധനങ്ങൾ എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നതിന് ലൈസൻസ്. നിങ്ങൾക്കൊരു സ്കൂട്ടർ വേണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. കാരണം ആ ഒരു വർഷം ബജാജ് കമ്പനിക്ക് 2000 സ്കൂട്ടർ ഉണ്ടാക്കാനുള്ള ലൈസൻസേ ഉള്ളൂ. 2001 ലൈസൻസ് വേണം, അഡീഷണൽ ലൈസൻസ് വേണമെങ്കിൽ യു നീഡ് ടു പർച്ചേസ് ഇറ്റ്. വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചെന്ന് അത് സ്പെഷ്യൽ സാങ്ഷൻ വേണം. അതുപോലെ സിമെന്റ് വേണമെങ്കിൽ നിങ്ങൾ തഹസിൽദാരുടെ അപ്രൂവൽ വേണം. നിങ്ങൾ ബോധിപ്പിക്കണം. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഭയങ്കര ഇമ്മൻസ് പവർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ക്രോണീസം ഭയങ്കരമായിട്ട് തഴച്ചു വളർന്നത്. അതായത് ചില ഇന്ത്യൻ കമ്പനികൾ സർക്കാരുമായിട്ട് അവിശുദ്ധ ബന്ധത്തിൽ, ഇപ്പൊ ബജാജ് കോൺഗ്രസ് പാർട്ടിക്ക് കുറച്ച് പൈസ കൊടുക്കും. അപ്പോൾ ബജാജിന് ഒരു 4000 സ്കൂട്ടർ ഉണ്ടാക്കാനുള്ള ലൈസൻസ് ചിലപ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ ഒരു 4500 കൊടുക്കും. സോ ഈ ഒരു രീതിയിലായിരുന്നു ഇന്ത്യയിലെ എക്കണോമി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പിന്നെ 91 നമ്മൾ ഈ ലൈസൻസ് രാജ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ച്, അല്ലെങ്കിൽ മാർക്കറ്റ് ഇനിയും നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നതിനോട് നമ്മുടെ പിന്നെ മുതലാളിമാർക്ക്, ഇവിടുത്തെ കമ്പനികൾക്ക് ഭയങ്കര യോജിപ്പൊന്നും അല്ലായിരുന്നു. കാരണം അവർ പേടിച്ചു, ഈ നമ്മുടെ മാർക്കറ്റിലേക്ക് വിദേശ കമ്പനികൾ വരുന്നതോടെ ഇവരുടെ പ്രൊഡക്റ്റുകൾ, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ നമ്മുടെ പഴയ കമ്പനികളുടെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ്. നമ്മൾ ഗതികേട് കൊണ്ട് അത് മേടിക്കുകയാണ്, വേറെ ഒന്നും നമുക്കില്ല. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഭീകരമായ കള്ളക്കടത്തൊക്കെ. പഴയ സിനിമയിലൊക്കെ ഉണ്ടല്ലേ, പപ്പു ഒക്കെ ഇത്രയും വലിയ വാച്ചൊക്കെ കെട്ടി ബോംബെ. ദാവൂദ് ഇബ്രാഹിം എങ്ങനെയാണ് ദാവൂദ് ഇബ്രാഹിം ആയത്? ഈ പറഞ്ഞ സ്വർണം, ടേപ്പ് റെക്കോർഡർ മുതൽ ചീപ്പ് മുതൽ സോപ്പ്, എല്ലാ സാധനങ്ങളും സ്മഗിൾ ചെയ്യും. മാലിക് സിനിമ. അതെ. സോ ഡെഫിനറ്റ്ലി, അതായത് ഇങ്ങനെയുള്ള അധോലോകങ്ങൾക്ക് വളരാൻ അവസരം ഉണ്ടാക്കി വെച്ചു. ഇപ്പം നമ്മുടെ സ്വർണ്ണക്കടത്ത് ഇത്രയും വ്യാപകമായിട്ട് നടക്കുന്നതിനാ ഭീകരമായ ടാക്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് ഒരു തരത്തിൽ ഈ സ്വർണ്ണക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവം. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ലൈസൻസ് രാജ് നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ അത്
അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് ഏത് രാഷ്ട്രീയത്തിനാണ്? അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ, വേറെ ആർക്ക്? ഓക്കെ. അപ്പോൾ സംശയമില്ലാത്ത കാര്യം. യെസ്. അപ്പോൾ അത് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കാരണം അതിൽ ഈ സോഷ്യലിസ്റ്റ് ആശയം ഏറ്റവും കൂടുതൽ മുറുകെ പിടിച്ചിരുന്ന നെഹ്റുവിന് വലിയൊരു പങ്ക് അതിനകത്തുണ്ടല്ലോ. ഉണ്ട് തീർച്ചയായിട്ടും. ഇവരിപ്പോഴും കോൺഗ്രസിന്റെ പ്രചരണങ്ങൾ നോക്കൂ. അവരൊരിക്കലും നരസിംഹറാവുവിനെ കുറിച്ചോ ആ ഒരു പറയാറില്ല. കാലഘട്ടത്തിൽ അവർ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് അവർ പറയാൻ തയ്യാറല്ല. അവരിപ്പോഴും അവർ ചെയ്ത മോശം Yeah. കാര്യങ്ങൾ, അവർ ഈ കുടുംബ പാരമ്പര്യമൊക്കെ പൊക്കി പിടിച്ചാണ് ഇപ്പോഴും ഇലക്ഷനെ നേരിടുന്നത്. നരസിംഹറാവു മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശവടക്ക് പോലും മര്യാദക്ക് നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഗാന്ധി ഫാമിലി Yes. എന്നല്ലാത്ത ഒരാളെ അംഗീകരിക്കാനുള്ള ഒരു വൈമനസ്യം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ട്രെയിലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കാം ഉം. മൻമോഹൻ സിംഗിൻ്റെ. ഉണ്ട്. നിങ്ങൾ ഒരിക്കൽ ഒരു എക്കണോമി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൂടെയാണല്ലോ പിന്നെ മുന്നോട്ട് പോയേ പറ്റൂ. ഡയറക്ഷനിലാണല്ലോ. ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടി. സോ ദ ഡയറക്ഷൻ Yes. ഈസ് there, Okay. yeah. ഓക്കെ. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു കാര്യമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഇത് അവസാനത്തെ ഇലക്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങനെ പല ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്കത് വലിയൊരു തമാശയായിട്ട് തോന്നുകയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇട്ടാവട്ടമല്ല എന്നുള്ളത് നമ്മളെ മനസ്സിലേക്ക് വരുന്നില്ല എന്നതാണ് എനിക്കത് പറയുന്നത് കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്നത്. കാരണം ഇത്രയും ഒരു വാസ്റ്റായിട്ടുള്ളൊരു സ്ഥലം, അതിനകത്ത് ന്യൂക്ക് ആൻഡ് കോർണറിൽ നടക്കുന്ന ഓരോ ആളുകളെയും വ്യക്തിയെയും ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത്, അത് ഒരിക്കലും ഇവിടെ നടന്നിട്ടുണ്ട് നമ്മളുടെ അടിയന്തരാവസ്ഥ കാലത്ത്. ഇനിയും അതേപോലെ ഒരു സംഗതി വരിക എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യമാണ് ഒന്ന്. രണ്ട്, ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇലക്ഷനിലൂടെ ഒരു ഓട്ടോക്രസി, ഒരു ഇലക്റ്റഡ് ഓട്ടോക്രസി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഇനി ചിലപ്പോൾ ഇലക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള മാതൃകകൾ ഏതാണ് എന്ന് നമ്മളൊന്ന് നോക്കുകയാണ്. കാരണം ആ മാതൃകകൾ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ചൈന പോലെ ഇന്ത്യ ആകും, അല്ലെങ്കിൽ തുർക്കി പോലെ ആകാൻ പോകുന്നു, അല്ലെങ്കിൽ പുടിനെ പോലെ മോദി ആകാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ നോർത്ത് കൊറിയയിലെ ആളെ പോലെ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പേടിക്കുന്നു. ഓ ശരിയാണല്ലോ, അത് വലിയ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ട്. ശരിയാണ്. പക്ഷെ അവർ ആലോചിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ചൈന അതൊരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ്. നോർത്ത് കൊറിയ അവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ്. അതുപോലെ റഷ്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇതിൻ്റെ ഒരു ചായ്വ് നമുക്ക് കാണാം. ഇനി തുർക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു നമ്മളുടെ പച്ച ആണ് അവിടുത്തെ താരം. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ പറയാനാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഓട്ടോക്രസി ആവാനുള്ള സാധ്യത ഇന്ത്യയിൽ നിലവിൽ അത് കേരളത്തിനല്ലേ? എന്ത് തോന്നുന്നു ഈ ഒരു വാദം? കേരളത്തിന് അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആ ഒരു രക്ഷപ്പെട്ടു. ഇല്ല. അതെ. കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി പണ്ടേ തന്നെ നമ്മൾ ഓട്ടോക്രസി ആയേനെ. കേരളം അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഇപ്പം അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എലക്ഷൻസ് ഇല്ലാതാവും, അതിനോടൊന്നും എനിക്ക് അതൊക്കെ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിനകത്തൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ബിജെപി ഇത്രയും പാനിക് ആയിട്ട് നടക്കുന്നതിനാണ്, ഇത്രയും ഇപ്പോഴും ഇതൊക്കെ പറയുന്നതിനാണ്. ഇപ്പോൾ ഇഫ് ദേ ആർ സോ ഷുവർ അബൌട്ട് മാനിപ്പുലേറ്റിംഗ് എന്താ പറയുന്നത് വോട്ടിംഗ് മെഷീൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്, ഇവരെന്തിനാണ് ഇത്രയും വറി ചെയ്യുന്നത്? സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ വിചാരിക്കുന്ന പോലെ അവരത്ര കോൺഫിഡൻസ് ഇല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിൽ മുഴുവൻ അവർക്ക് പിടുത്തമൊന്നുമില്ല. ഇപ്പം കർണാടകത്തിൽ DKയും ടീമും ഒക്കെ സിദ്ധരാമയ്യൊക്കെ നെഞ്ചുവിരിച്ച് ചെന്നപ്പോൾ പോയില്ലേ? സോ ലോക്കൽ നേതാക്കന്മാർ, ഓരോ സംസ്ഥാനത്തെ ലോക്കൽ നേതാക്കന്മാർ എത്രമാത്രം അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു, അവർക്ക് എത്രമാത്രം അവിടെ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്, ഇതൊക്കെ നോക്കി തന്നെയാണ് BJPയും കളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ആരോപണം അത് ഒരു ഭീതി വ്യാപാരത്തിന്റെ ഒരു മേഖലയിൽ ആണോ കാണാൻ താല്പര്യപ്പെടുന്നത്? ഒരു സ്റ്റണ്ട്, അതിനപ്പുറമൊന്നുമില്ല. അങ്ങനെ കാണണമെന്നേ പറയുന്നുള്ളൂ ഈ ഒരു വാദം. ഓക്കെ, നമ്മൾ ഇനി അതിൽ കൂടുതൽ കളിക്കുന്നില്ല. ഈ ഒരു സംഗതിയോടെ എങ്ങനെ കാണും? അതായത് ഇവർ മാതൃകയുണ്ട് എന്ന് പറയുന്ന സംഗതി മുഴുവൻ ഒന്നുകിൽ ഇടതാണ്, അതല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാമിക് ഒരു ചൊവ്വയുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കള്ളത്തരം ചെയ്യാൻ ഇരിക്കുന്നവർക്കാണല്ലോ അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ധാരണ അല്ല, അതിൽ രണ്ടാമത്തെ ഒരു വശം, ഇന്ത്യ ഈ പറയുന്ന ഒരു ഗണത്തിൽ പെടുന്നില്ല, അതൊരു വേറെ തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കാറ്റഗറിയിൽ ഇത് പെടുന്നില്ല എന്നും കൂടിയല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സോ ദെർഫോർ അങ്ങനെ വരില്ല എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. ഇന്ത്യ പറഞ്ഞ രാജ്യങ്ങളായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത് ഒന്ന് ഇന്ത്യയെ പറ്റി അവർക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അവർ പറയുന്നു. ഓക്കെ, അവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം.
അവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം പറയുന്നു. ഓക്കെ, അതാണ് സംഭവം. ശരി, അവിടെ വിടുക. എന്തായാലും അതിനോട് വിയോജിപ്പുള്ള ആളുകൾക്ക് വിയോജിപ്പ് അറിയിക്കാം. ഞാൻ നമ്മളുടെ ഒരു വ്യൂ പോയിന്റിൽ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നതാണ് ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വിഷയവും. മുസ്ലിങ്ങളുടെ എണ്ണം മീൻസ് ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ചു വാങ്ങി അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊരു സംഭവം. അത് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നൊരു വിഷയവും, കോൺഗ്രസിൻ്റെ അവിടുത്തെ മാനിഫെസ്റ്റോയിൽ ആ വിഷയം അത് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. അത് വെച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നു. അത് പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അതൊരു മുസ്ലിം വിരുദ്ധതയായിട്ട് മാറുന്നു, വലിയ ചർച്ചാ വിഷയമാകുന്നു. അതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനിപ്പോൾ ഇന്ന് അതിൻ്റെ റീസെന്റ് സ്റ്റേറ്റ്മെന്റും വായിച്ചതേ ഉള്ളൂ. അതായത് ബേസിക്കലി രാഹുൽ ഗാന്ധി ഈ പറയുന്ന വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ സംഭവം കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ ഇല്ല. കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഫസ്റ്റ് തിങ്. പിന്നെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് ബേസിക്കലി രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ ഇല്ല. ഇനി രാഹുൽ ഗാന്ധി പറയുന്ന സംഭവം, രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് ഇതാണ്. ബേസിക്കലി കോൺഗ്രസിനെ സംബന്ധിച്ച് OBC വോട്ട് ഷെയർ വലിയ രീതിയിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ OBCകളോടാണ് ഇവർ പറയുന്നത്, നിങ്ങളുടെ സ്വത്തുക്കൾ ദോ ലെവൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഈ രാജ്യത്തെ 90% സ്വത്തുക്കളും വെറും 10%. ഈ 10% എന്ന് പറയുന്നതിനകത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. രാഹുൽ ഗാന്ധിയുടെ ഫാമിലി ഉൾപ്പെടെ ഉണ്ട്. അപ്പം രാഹുൽ ഗാന്ധി ആദ്യം ചെയ്യേണ്ടത് ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ സ്വത്തും അളിയന്റെ സ്വത്തും ഒക്കെ കൂടെ ആദ്യമേ നമ്മൾ വീതിച്ചു കൊടുക്കുക. എന്നുവെച്ചത് നിന്ന് കവലയിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ ഇത് വെറും വോട്ട് കിട്ടാനുള്ള ഗിമ്മിക്കാണ്. ഇത് ഇവർ ഒന്ന് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലൈന് ആണ് രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്നത്. അതായത് ഈ സമ്പത്തുള്ളവന്റെ നിന്നെല്ലാം പിടിച്ചെടുത്ത് നമ്മുടെ കായംകുളം കൊച്ചുണ്ണി മോഡൽ സീസ് ചെയ്തിട്ട് നമ്മളെടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങളുടെ സ്വത്തുക്കൾ അവരനുഭവിക്കുന്നു. ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുകയാണ്, ആളുകളിലേക്ക് സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, നമുക്ക് വളരെ നിരാശ തോന്നുന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ തന്നെ കാലങ്ങളോളം പിറകോട്ട് കൊണ്ടുപോവാണ്. കോൺഗ്രസ് തന്നെ കളഞ്ഞ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു വെക്കുന്നത്, ഇത് ചെയ്യണമെങ്കിൽ ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി, റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറയും. അപ്പൊ കാസ്റ്റ് സെൻസസ് വന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റും ഓരോരുത്തരുടെ എത്രത്തോളം ഉണ്ട്, ആരുടെയൊക്കെ കയ്യിലാണ് സ്വത്തുക്കൾ ഇരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം വിഭാഗീയത നിറഞ്ഞൊരു പ്രസ്താവനയില്ല. അതായത് ഈ രാജ്യത്തെ ജനങ്ങളെ ജാതി അടിസ്ഥാനത്തിൽ വീതിച്ചതിന് ശേഷം അവർ ഓരോരുത്തരും എത്ര ശതമാനം സ്വത്തുണ്ട്, അങ്ങനെ സ്വത്ത് കൂടുതൽ, ആ സ്വത്ത് കൂടുതൽ ചിലപ്പോൾ അവന്റെ കഴിവ് കൊണ്ടാണ് നേടിയെങ്കിലും വലിയ കാര്യമില്ല, അത് പിടിച്ചെടുത്ത് മറ്റവർക്ക് കൊടുക്കാം എന്നാണ് പുള്ളി പറയുന്നത്. അതൊരു വളരെ അപകടം പിടിച്ച ഒരു വളരെ ഡിവിസീവായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരുടെയും കയ്യിൽ ഒരിക്കലും ഒരേപോലെ സ്വത്തുക്കൾ വരില്ല. അതൊരു സ്വാഭാവികമായ സംഭവമാണ്. അപ്പൊ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ്സ് കിട്ടും, അവരുടെ കൂടുതൽ വെൽത്ത് ഉണ്ടാവും. ഇപ്പോൾ ഏതൊരു എക്കണോമി നിങ്ങൾ എടുത്താലും, എമർജിങ് മാർക്കറ്റുകളെല്ലാം എടുത്താലും, ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം എടുത്താലും, അതിൻ്റെ ഒരു കുതിപ്പിൽ അത് ആ ഒരു എയർലി എക്കണോമിക് ബൂമിൽ കുറച്ച് ആൾക്കാരുടെയിലായിരിക്കും സമ്പത്ത്. ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അവരാണ് റിസ്ക് ടേക്കേഴ്സ്, അവരാണ് അഡ്വാൻറ്റേജ് കൂടുതൽ എടുക്കുന്നവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ കൂടുതൽ പൈസയും ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിൽ പൈസ കുറവായിരിക്കും. പക്ഷെ അത് ഈവൻച്വലി അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതിനുള്ള പോളിസികളാണ് സർക്കാർ ഉണ്ടാക്കേണ്ടത്. അതിനുള്ള പോളിസികൾ ഉണ്ടാക്കി അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും ആ രാജ്യത്ത് കൂടുതൽ ഇന്നോവേഷൻസും തൊഴിലവസരങ്ങളും വർദ്ധിക്കുമ്പോൾ ഈ ഇത് പിന്നെ മറ്റൊരാളുകളിലേക്ക് ഒഴുകി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് നാച്ചുറലി ഉണ്ടാവേണ്ട സംഭവമാണ് റീഡിസ്ട്രിബ്യൂഷൻ. യു കനോട്ട് ഫോഴ്സ്, യു കനോട്ട് സീസ് ദ മണി ഫ്രം സമ്മൺ എൽസ്. അപ്പൊ രാഹുൽ ഗാന്ധി ഇതാണ് അല്ല, അതായത് നമ്മൾ ഈ പറയുന്ന ടോപ്പ് റിച്ച് ആയിട്ടുള്ള ആളുകളും അതുപോലെ ഏറ്റവും പൂർ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു ഡിസ്പാരിറ്റി അത് കുറച്ചുകൊണ്ട് വരാൻ ഈ ഫ്രീ മാർക്കറ്റിന് സാധിക്കും എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്? ഒരു ഫ്രീ മാർക്കറ്റ് കൂടുതൽ സ്വതന്ത്രമാവുക, ഗവൺമെന്റ് കൂടുതൽ പോളിസികളിലും ഗവേണൻസിലും ഫോക്കസ് ചെയ്യാം. ലോ ഓഫ് ലാൻഡ് മേക്ക് ഷുവർ. ഇടയ്ക്കൊന്ന് കട്ടായി പ്രവീൺ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ ലാസ്റ്റ് പറഞ്ഞത്? ഗവൺമെന്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഗവേണൻസ്, അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ ലോ ഓഫ് ലാൻഡ്,
അതേപോലെ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതായത് ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും എക്കണോമിക് ബൂം ഉണ്ടാക്കാനും ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുക, അതിനനുസൃതമായിട്ടുള്ള പോളിസികൾ നിർമ്മിക്കുക. ഇതാണ് ഉം. ഗവൺമെന്റിന്റെ ജോലി. ഇത് ചെയ്താൽ മതി ഗവൺമെന്റ്. ആരുടെയും ഉം. പിടിച്ചെടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇറ്റ് വിൽ ഓക്കെ. ഓട്ടോമാറ്റിക്കലി കം ടു ദ പീപ്പിൾ. യെസ്. ഇപ്പോൾ ഞാനിത് സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ വായിക്കാനൊക്കെ ഇടവന്നിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു സംഭവം, അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 91-ൽ മൻമോഹൻ സിംഗിൻ്റെ കൂടെ അത് പുറത്തേക്ക് അങ്ങനെ ഒരു ആശയം വരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ നമ്മളവിടെ ഒരു എൻ പോയിന്റ് ഇട്ടത് തന്നെ ഈ ഒരു സോഷ്യലിസ്റ്റ് ആ ഒരു 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 വലിയൊരു ക്യാൻസറിൻ്റെ ഒരു വലിയൊരു ഭാഗമാണല്ലോ നമ്മളവിടെ മാറ്റിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഈ റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നു, വീണ്ടും കാസ്റ്റ് സെൻസസും അതുപോലുള്ള സംഗതികളും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സൂചന കൊടുക്കുമ്പോൾ ഇത് 91-ൽ നടത്തിയ ആ ഒരു മുന്നേറ്റത്തെ പിന്നോട്ടടിക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിൽ നിന്നും പിന്നോട്ട് പോകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു 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 നിലപാടല്ലേ അത് കോൺഗ്രസിനെ അതാണ് സംബന്ധിച്ചിടത്തോളം? ഞാൻ പറഞ്ഞത്. പൂർവ്വകാലത്തേക്ക്, അതായത് ചിലർ 6-ാം നൂറ്റാണ്ടിലേക്ക് പോകാൻ നിൽക്കുന്ന പോലെ ഇവര് അത് വേണ്ട, പുറകോട്ട് അത് പോകാൻ വേണ്ട, നിൽക്കുക. അത് വേണ്ട. ഓക്കെ. അതാണ് സംഭവം. അതാണ് ഓക്കെ. പക്ഷെ സംഭവം. അത് പക്ഷേ ഈ പറയുന്ന ഇടതുപക്ഷത്തിനും അതുപോലെ കോൺഗ്രസ്സുകാർക്കും അതങ്ങ് മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ആ. അതെന്തായിരിക്കും അവർക്ക് മനസ്സിലാവാൻ സാധിക്കാത്തതിന്റെ മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. കാരണം? ഇത് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. ഇതൊക്കെ വോട്ട് കിട്ടാനുള്ള ഒരു ഗിമ്മിക്കാണ്. ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ട്, ഈ ഉം. കാസ്റ്റ് സെൻസസിനെ കുറിച്ച് ഇവർ കുറെ നാളായിട്ട് പറയുന്നു. ഇവര് ഉം. യു സ്റ്റാർട്ട് ആ, കാസ്റ്റ് സെൻസസ്, അതായത് ഒ- കാസ്റ്റ് സെൻസസ് എടുത്ത ഒന്ന് ഒന്ന് ഡേറ്റ ഒന്ന് പലതും ഒന്ന് സർക്കാർ ആ ഒന്ന് ബ്രേക്കായി. ഒന്നുകൂടി ബാക്കോട്ട് ചെന്നിട്ടൊന്ന് പറഞ്ഞോളൂ. ഇടയ്ക്കൊന്ന് വിട്ടുപോയി. കട്ടായെന്ന് തോന്നുന്നു. ഇല്ല, കേൾക്കാം. ഹലോ. അതായത് യാ, ഈ കാസ്റ്റ് സെൻസസിനെ കുറിച്ച് ഇവര് കുറെ നാളായിട്ട് ഇപ്പൊ കർണാടകത്തിൽ പറയുന്നു. തന്നെ ഇവർ പറയുന്നു, അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിലും ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഇതൊന്നും ഈ ഡേറ്റ വെളിവിടാനോ അതിനനുസരിച്ച് പിന്നെ മാറ്റങ്ങൾ വരുത്താനോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. കാരണം ഇവിടെ ഒരു ഉം. സിവിൽ അൺട്രസ്റ്റ് ഉണ്ടാവും, വലിയ ഉം. രീതിയിൽ പ്രശ്നം. നിങ്ങൾ ഒരിക്കലും ഒരാൾക്ക് കൊടുത്ത സാധനം എടുക്കാൻ പറ്റില്ല. ഉം. കൂടുതൽ കൊടുക്കാനേ പറ്റുള്ളൂ. കൂടുതൽ കൊടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വിഹിതത്തെ ഡൈല്യൂട്ട് ചെയ്യാണ്. ഉം. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. ഉം. ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുക എളുപ്പമല്ല ഇന്ത്യയിൽ. ഉം. 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 സോ ഇതെല്ലാം അ- വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്തൊന്നും ഒരു നടപടി ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അതായത് സംഗതി ചക്കരക്കുടമാണ്, പക്ഷെ നല്ല കടന്നൽക്കൂടിനകത്താണെന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഒന്ന് വിറയ്ക്കും അല്ലേ? ഓക്കെ. അത് നടക്കില്ല. അടുത്തത് ഇതിനോട് ചേർന്ന് തന്നെയാണ്. ഇപ്പോൾ കാസ്റ്റ് റിസർവേഷനെ കുറിച്ചും ഈ റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പോൾ കേൾക്കുന്ന ഒരു സംഗതി, മോദി പല വേദികളിലും അത് എടുത്ത് പറഞ്ഞ് ഇന്ന് ഇപ്പോൾ മുസ്ലിം വിരുദ്ധനാണെന്ന് ആദ്യം ഒരു തോന്നലുണ്ടാക്കി, ഇപ്പോൾ അതാണ് എന്ന് അങ്ങ് വരുത്തുന്ന രീതിയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസർവേഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് വരെ പറയുന്ന രീതിയിലൊക്കെ കാണുന്നു. പത്രങ്ങൾ അങ്ങനെ വളച്ചൊടിച്ച് വരെ റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു നിലപാട്, ഇപ്പോൾ OBC റിസർവേഷൻ, അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് നീക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഗതി, കാസ്റ്റ് റിസർവേഷൻ്റെ ഒക്കെ ഒരു മറ പിടിച്ചുകൊണ്ട് മൊത്തത്തിൽ അതിനെങ്ങനെ കാണും ആ ഒരു സംഗതിയെ? അത് ഏത് രീതിയിലാണ് BJPക്ക് ഗുണമാകാൻ പോകുന്നത്, കോൺഗ്രസിന് ദോഷമാകാൻ പോകുന്നത്? BJPക്ക് സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസ് ഒരു മുസ്ലിം അപ്പീസ്മെന്റ് പാർട്ടിയാണ് എന്നുള്ളത് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത്. വളരെ എളുപ്പം സാധിക്കുന്നില്ലേ? വളരെ എളുപ്പം സാധിക്കും. കാരണം കോൺഗ്രസ് ഇപ്പോഴും ആ ഒരു മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJP സർക്കാരിൻ്റെ ഭരണപരാജയങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ അഴിമതികളെയോ അവരുടെ ഏകാധിപത്യ പ്രവണതകളെയോ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങിയതാ, ഞങ്ങൾ കൂടുതൽ സുതാര്യമായ ജനാധിപത്യപരമായ ഒരു ഭരണം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുവെന്ന് പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നത്. അവർ പകരം മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കും, OBCക്ക് സംവരണം കൊടുക്കും, മറ്റവൻ്റെ സ്വത്ത് പിടിച്ച് ഞങ്ങൾ എല്ലാവർക്കും നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദ പ്രോബ്ലം ഈസ്, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു അർബൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു കാര്യവിവരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ കാണുന്നത് വളരെ നെഗറ്റീവായിട്ടാണ്, ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ആയിട്ടാണ്. അതായത് അവർക്ക് മോദി സർക്കാരിനോട് ചിലപ്പം അഭിനിവേശമോ അല്ലെങ്കിൽ താല്പര്യമോ ഉണ്ടാവില്ല, പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ പറയുന്ന ഒരിത് ക്രെഡിബിലിറ്റി ഇവരുടെ ഭാഗത്തു നിന്ന് കാണിക്കുന്നില്ല. ഇവർ പകരം വീണ്ടും ഈ പറഞ്ഞ പഴകിത്തേഞ്ഞ അല്ലെങ്കിൽ ഇവരെ വീണ്ടും പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള നരേറ്റീവുകളിൽ ഇവർ തൂങ്ങിക്കിടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
യെസ്. അപ്പോൾ ഇത് വീണ്ടും അത് മോദിക്ക് അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വരമാകാൻ പോകുന്ന ആ ഒരു ഇതൊക്കെയാണ് സംഗതിയാണോ? ഇൻഫ്ലേഷനെയും ഈ വിലക്കയറ്റത്തെയും ഒക്കെ കൗണ്ടർ ചെയ്ത് വരുന്ന കുഴിച്ചും. മറ്റ് യെസ്. ഫാക്ടേഴ്സ്. അതെ, അതെ. യാ. അതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ബി.ജെ.പിയുടെ നില പരുങ്ങലിലാവുന്ന ഘട്ടത്തിൽ പോലും അവർക്ക് രക്ഷയായിട്ട് മാറുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇതുപോലുള്ള ഇത്തരം അമളികൾ. കാര്യങ്ങൾ. അതെ, അതെ. യാ. ഓക്കെ. മൂവിങ് ഫോർവേഡ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ 2 മിനിറ്റ് കൊണ്ട് പ്രഫുൽ പട്ടേലിനെ നീക്കിക്കളയും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതാര് ആരോട് എപ്പോൾ പറഞ്ഞു? സന്ദർഭം, സാരസ്യം എന്നിവ വ്യക്തമാക്കുക. ഇത് പറഞ്ഞതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ പറഞ്ഞാൽ? ഇത് ഞാൻ ഇത് സത്യത്തിൽ ഈ കേട്ടിരുന്നോ? സ്റ്റേറ്റ്മെന്റ് കേട്ടില്ല. ഇത് കേട്ടില്ല. ഇത് കോൺഗ്രസിൻ്റെ നമ്മളുടെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഡാമൻ ആൻഡ് ഡി യു അതിന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് പുള്ളി, ഈ പ്രഫുൽ പട്ടേൽ. ഓക്കെ. വലിയ ആരോപണ വിധേയനാണ് ഈ കറപ്ഷൻ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ആ ഒരു എന്താണ് മോദി വാഷിംഗ് പൗഡർ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ലേബലിൽ പെടുന്ന ഒരാളാണ്. എന്തൊക്കെയായാലും ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ഇപ്പോൾ. അങ്ങനെ ഇരിക്കുന്ന ആളെ ഇവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇരുന്നു കൊണ്ട് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഇത് കയ്യടി കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് ബി.ജെ.പി പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതാണ് ഇതിലെ ബി.ജെ.പി മറ്റൊരു പറഞ്ഞാലല്ല, വശത്വം. രാഹുൽ ഗാന്ധി ഇതുപോലത്തെ ഒരു സംഭവമാണല്ലോ. പണ്ട് യു.പി.എ ഭരണകാലത്ത് തന്നെ പാർലമെന്റ് പാസ്സാക്കിയ നിയമം വന്നിട്ട് കീറിക്കളയുന്ന ഒരു ഷോ ഒക്കെ കാണിച്ചിരുന്നല്ലോ. ആ ഹാ ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ തന്നെയാണ് ഇവിടെയും രാഹുൽ ഗാന്ധി യെസ്. കാണിച്ചിരിക്കുന്നത്. അല്ല ഈ ജനാധിപത്യം മരിക്കുന്നു, ഡിക്റ്റേറ്റർഷിപ്പ് വരുന്നു, ഇവിടെ ആ ഒരു ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ തന്നെ ഇതുപോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അതിനെ റിമൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉള്ള ഒരു രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതെ, അതെ. അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു ഇത് പറയുമ്പോൾ അത് ജനാധിപത്യത്തിനെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതെന്ത് സന്ദേശമായിരിക്കും അതിൽ നിന്ന് കിട്ടുക? അല്ല, അതങ്ങനെയാണല്ലോ. നമ്മള് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് അക്രമവും കാണിക്കാന്നല്ലേ. അക്രമം. കേന്ദ്രത്തിലങ്ങനെ. ഓക്കെ. അല്ല, നമ്മുടെ നിയമസഭയിലെ സ്പീക്കറും മേശയൊക്കെ തല്ലിപ്പൊളിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാനല്ലേ. ആ മറ്റേ LCD മോണിറ്ററൊക്കെ ഇളക്കി മാറ്റുന്നതൊക്കെ കണ്ടതാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനാവുമ്പോൾ നമുക്ക് പാർലമെന്റിന് തീയിടാം. ഓക്കെ. അത് നമ്മൾ ചെയ്യുമ്പോൾ അത് പറയണം. പ്രശ്നമില്ല, അവർ ചെയ്യുമ്പോഴാണ് ആ, കുഴപ്പം. നമ്മള് അങ്ങനെയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആദ്യമേ നമ്മൾ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നവരാണെന്ന് ജനങ്ങളുടെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ നമുക്ക് എന്ത് തോന്നിയ ദിവസം ചെയ്യാം. സോഷ്യലിസം, ജനാധിപത്യം, സമത്വം എഴുതി വെച്ചിട്ട് നമുക്ക് ആളെ കൊല്ലല്ലോ. എന്തും ചെയ്യും. ഓക്കെ. അല്ല, ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആരോപണം വരും. നമ്മളിതെല്ലാം ആരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ യഥാർത്ഥ ഫാഷിസ്റ്റുകളെന്ന് ഇവിടെ നിറഞ്ഞാടുന്ന വലതുപക്ഷത്തെ വെള്ളപൂശുന്നു എന്നാണ് ഇത് ആരോപണം വരിക. എനിക്ക് അതിനോട് ചോദിക്കാനുള്ളത്, സത്യത്തിൽ ഈ തരം സ്റ്റേറ്റ്മെൻറ്റ്സും ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പുകളല്ലേ ഇവർക്ക് വളം ആകുന്നത്? ഇതിപ്പോ നമ്മൾ എത്ര പറഞ്ഞാലും ഇവര് വെള്ള പൂശുന്നു എന്ന് പറയും. വെള്ള പൂശുന്നു എന്ന് പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. നമ്മൾ ഇനിയും വെള്ള പൂശാൻ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഓക്കെ. നമ്മള് വെള്ള പൂശിയത് കൊണ്ടോ പൂശാത്തത് കൊണ്ടോ അല്ല ഇവര് തോക്കുന്നത്. ഇവര് തോക്കുന്നത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ആ കയ്യിലിരിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യെസ്. സമാനമായൊരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വോട്ട് ജിഹാദ് നടത്തണം എന്ന് ഒരു വേദിയിൽ ഇലക്ഷൻ പ്രചരണത്തിൽ പറയുകയാണ്. ഓക്കെ. അത് എങ്ങനെയാണ് ആ സാധനം ഒരു ജനാധിപത്യ രാജ്യത്ത് ഇരുന്നു കൊണ്ട് പറയുമ്പോൾ അത് ഒരു തരത്തിൽ എവിടെയെങ്കിലും അതിനെക്കുറിച്ചൊരു കൊലാഹലം നമ്മൾ കണ്ടോ? വോട്ട് ജിഹാദ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. എന്താ പല ജിഹാദ്? കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ തന്നെ ഇത് പറയുമ്പം പ്രശ്നമില്ല. വേലി തന്നെ വിള തിന്നുന്നു. കാരണവർക്ക് അടുപ്പിലും അടുപ്പിലും. ജനാധിപത്യം സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഇച്ചിരി ജനാധിപത്യ വിരുദ്ധതയൊക്കെ കാണിക്കാം. തീർച്ചയായിട്ടും. അതെ, സെക്യുലറിസം കാത്തുരക്ഷിക്കേണ്ട ആളുകൾക്ക് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം എന്ന് പറയുന്ന ആളുകൾ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനെ ഇന്ത്യ മുഴുവൻ ഇട്ടോടിച്ച് അറസ്റ്റ് ചെയ്യാം. അതെ, മനസ്സിലായില്ലേ? അത് നടക്കും. ഓക്കെ. സെക്യുലറിസത്തെ കുറിച്ച് പറയുന്ന ആളുകൾക്ക് ഇച്ചിരി ജിഹാദൊക്കെ ആകാം. സ്വാഭാവികം. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഇനി അവസാനം നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ധ്രുവ് രാഠിയുടെ ആ ഒരു വിഷയം. അത് ആ വീഡിയോ കണ്ടു കാണും, ആ ഒരു വിഷയം വന്ന സമയത്ത് അല്ലേ? ഞാൻ കണ്ടിരുന്നു. അപ്പോൾ
ആ വീഡിയോയെ കുറിച്ചിട്ട് പൊതുവെ കണ്ടിട്ടുള്ളൊരു അഭിപ്രായം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ധ്രുവരാട്ടിയുടെ വീഡിയോ തർജ്ജമ ചെയ്താണ് ഇവിടെ പല ആളുകളും ഇന്നിപ്പോൾ യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അത് നല്ലൊരു കാര്യം, അത് ആളുകൾ അറിയട്ടെ. കാരണം ഞാനതിൽ കണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ധ്രുവരാട്ടിയെ പോലെ ഒരു അൽ ധ്രുവരാട്ടി നമ്മളുടെ മതത്തിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര നന്നായനെന്നാണ് ഞാനെപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. കാരണം പുള്ളി പറയുന്ന കാര്യങ്ങൾ വളരെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഇതുപോലെ ഹിന്ദു ജനതയുടെ ഉള്ളിലേക്ക് ഇടിച്ചിറങ്ങുന്ന രീതി തന്നെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ പ്ലൂട്ടോണിയം തരയുന്ന ചാണകം അതുപോലെയുള്ള വിഷയങ്ങൾ, ആ ഒരു ഹിന്ദുത്വ സംഗതിയിൽ ശാസ്ത്രം തിരിങ്ങുന്ന പരിപാടി, ഇത് തന്നെയാണ് നമ്മൾ എം അക്ബർ ചെയ്യുന്നത്, നമ്മളുടെ സിംസാറുൽ ഹക്ക് ചെയ്യുന്നത്, അതുപോലെയുള്ള സാക്കിർ നായിക്ക് ചെയ്തത്. പക്ഷെ അതിനെ ആരും ഒരു പിടിച്ചു കെട്ടാൻ ആളില്ലാത്ത ഒരു കുതിര കണക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ ഹിന്ദുമതത്തിലെ ആ അശ്വമേധം അതിനെ പിടിച്ചു കെട്ടാൻ ഇവിടെ ധ്രുവരാട്ടി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അൽ ധ്രുവരാട്ടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു പോവാണ്. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. മോഹം, അതെ. പക്ഷേ അതിലൊരു വിമർശനം എനിക്കുള്ളത്, അത് ശ്രദ്ധിച്ചോന്നറിയില്ല, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ചോദിക്കാൻ ഉള്ളത്. പുള്ളി അതിൽ പറയുന്നത് മുഴുവൻ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പറഞ്ഞു വെക്കുന്ന ആ ഒരു നറേറ്റീവിലൂടെ ഒരു വലിയൊരു ഹെയ്റ്റ്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു. അതിനാണ് ഈ വലതുപക്ഷം ഈ വാട്സപ്പ് അത്തരം സംഗതികൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് പുള്ളി പറയുന്നത് മുഴുവൻ ഇങ്ങനെ ഉള്ള ആളുകളെ സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള ആളുകൾ പ്രശ്നക്കാരാണ്, ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ നമ്മളിത് പ്രചരിപ്പിക്കണം, അതിന് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരൂ, ഇതിനകത്ത് മെസ്സേജ് ഉണ്ട്, ഇത് നിങ്ങൾ സ്പ്രെഡ് ചെയ്യൂ എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പുള്ളി എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അത് തന്നെയല്ലേ പുള്ളി അവസാനം ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇതൊരു സെൽഫ് ഡിഫീറ്റിംഗ് സാധനമല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, പുള്ളിക്കത് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റവർ മോശം കാര്യം ചെയ്യുന്നു. വാട്സാപ്പിനോടല്ല വിരോധം, വാട്സാപ്പിൽ കൂടി നിങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന കോണ്ടന്റിനോടാണ് പ്രതിരോധം. ഇവിടെ പ്രശ്നം ഇതൊന്നുമല്ല. ഈ പിന്നെ BJP എന്ന് പറയുന്ന പാർട്ടിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്നാണ് ധ്രുവ് പറഞ്ഞു വെക്കുന്നത്. പോയി ഒന്ന് റീഅടിച്ചോ പോയി ഇടയ്ക്ക് കട്ടായി. അല്ല, BJP എന്ന് പറയുന്ന ഒരു പാർട്ടി അവരുടെ ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ ഉപയോഗിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചാനലുകൾ റൺ ചെയ്യുന്നുണ്ടാവാം, പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ടാവാം, മറ്റുള്ള ഇപ്പം ധ്രുവിനെ ഉൾപ്പെടെ അവർ പാകിസ്ഥാൻ ചാരൻ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്നുണ്ടാവാം. അതെല്ലാം അവിടെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ് വിത്തൗട്ട് BJP. BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള തനതായ നിലനിൽപ്പുണ്ട്. അത്തരം ഗ്രൂപ്പുകളിൽ വർഷങ്ങളായിട്ട് അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. കാര്യങ്ങൾ BJP ഒക്കെ വരുന്നതിനും ഡോക്ടർ ഗോപാലകൃഷ്ണനൊക്കെ എത്രയോ കാര്യങ്ങൾ, ഇപ്പം നോട്ടിലെ ചിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് BJP-കാരനായതുകൊണ്ടല്ല അത് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് ബേസിക് ഫണ്ടമെന്റലി ഒരു യാഥാസ്ഥിതിക ഹിന്ദു ഗ്രൂപ്പുകൾ മിക്കവരും അത് ഈ ഒരു ഇത്തരത്തിലുള്ള ഇന്ന വിഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന ഇത് കിട്ടി, പിന്നെ ആൾ ദൈവങ്ങളുടെ പ്രചാരകര്. പണ്ട് നമുക്ക് നോട്ടീസ് തരുമായിരുന്നു, നിങ്ങൾക്ക് പരിചയം ഉണ്ടോ, നമുക്കൊക്കെ നോട്ടീസ് തരുമായിരുന്നു, ഇങ്ങനെ ഇന്ന മൗനി ബാബയുടെ നോട്ടീസ്, ഇങ്ങനത്തെ സംഭവങ്ങൾ, അല്ല ഇന്ന അത്ഭുതം നിങ്ങൾ 100 പേർക്ക് കൊടുക്കൂ. പണ്ട് SMS ആയിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. സോ ഇത് ആ SMS കാലഘട്ടത്തിൽ നിന്ന് വളർന്ന് വാട്സാപ്പ് ഇന്ന് സോഷ്യൽ മീഡിയ വഴി എത്തി നിൽക്കുന്നു. അപ്പൊ ഇത് രണ്ടായിട്ട് നമ്മൾ കാരണം പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടിയിട്ട് BJP ഉപയോഗിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതിൻ്റെതായിട്ടുള്ള നരേറ്റീവുകൾ, അത് നിങ്ങൾ BJP എന്ന് പറയുന്ന പാർട്ടിയെ എതിർക്കുന്നതിന് നമുക്ക് കറക്റ്റായിട്ട് അത് പറയാം. പക്ഷെ അതല്ലാതെ തന്നെ ഹിന്ദു മതം അതിൻ്റെ യാഥാസ്ഥിതികമായിട്ടുള്ള വിശ്വാസികൾക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ MM അക്ബറിന്റെ ഒക്കെ ഗ്രൂപ്പ് ഉള്ളതുപോലെ ദേ ഹാവ് ദെയർ ഓൺ എക്സിസ്റ്റൻസ്. അത് പാർട്ടിക്ക് മുകളിൽ അവർ ആ എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ധ്രുവിന്റെ വീഡിയോകളെ കുറിച്ച് ഞാനൊരു അനാലിസിസ് നടത്തിയതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ധ്രുവിന്റെ വീഡിയോകളുടെ ഒരു വ്യൂവർഷിപ്പ് പാറ്റേൺ നിങ്ങൾ നോക്കുക. അതിന്റെ ഒരു വലിയൊരു വ്യൂവർഷിപ്പ് വന്നിരിക്കുന്നത് വിദേശത്ത് നിന്ന്, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ ഉൾപ്പെടെ ഹിന്ദി സംസാരിക്കുന്ന ബെൽറ്റുകളിൽ നിന്നല്ല നല്ല വ്യൂവർഷിപ്പ് വന്നിട്ടുണ്ട്. ഹലോ നികേഷ് കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കാമോ? ഹലോ, കേൾക്കാവോ? ഇടയ്ക്കൊന്ന് കട്ടായിപ്പോയി, ഫുള്ള് കട്ടായിപ്പോയി. അല്ല, ഞാൻ ധ്രുവിന്റെ വീഡിയോയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അപ്പൊ ധ്രുവിന്റെ വീഡിയോകളുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഹിന്ദി ബെൽറ്റിലുള്ള
ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ, ലോകത്തെങ്ങുമുള്ള ആൾക്കാർ, അതിൽ തന്നെ ഭൂരിപക്ഷവും ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ വ്യൂവേഴ്സ്. ഉം. ഉം. പിന്നെ അതിനകത്തൊരു വലിയൊരു ശതമാനം മുസ്ലിങ്ങളാണ്. ബിക്കോസ് മുസ്ലിങ്ങളുടെ ഒരു ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ഇന്ത്യയിൽ അവർ വളരെ അധികം ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നുണ്ട്. ഉം. ആ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ട് ആര് വീഡിയോ ചെയ്താലും ഉം. ആ വീഡിയോയ്ക്ക് ഭയങ്കര വ്യൂവർഷിപ്പ് കൊടുക്കാൻ അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. വാട്സാപ്പ് ഉം. ഗ്രൂപ്പുകളുണ്ട്, മറ്റേ പലതര സോഷ്യൽ ആക്റ്റീവ് ഗ്രൂപ്പുകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഫേസ്ബുക്കിൽ തന്നെ ഈ വീഡിയോ ഉടൻ തന്നെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യും, എല്ലാവരും വേഗം കാണൂ, ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞ് പല ഉം. പിന്നെ ഇസ്ലാം നാമധാരികളും ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്നുണ്ട്. ഉം. സോ ഇപ്പൊ അപ്പം പോവും. അവർക്ക് അതിലേക്ക് ഒരു ഓഡിയൻസിനെ ഡ്രൈവ് ചെയ്യാൻ അല്ലെ സ്ട്രീം ലൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആരിഫിനോട് ചോദിക്കട്ടെ, ഈ കേരളത്തിൽ പൊളിറ്റിക്കൽ വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ആരാണ്? പൊളിറ്റിക്കൽ വീഡിയോസ് ഉം. അതിപ്പോ നമ്മളുടെ ജയശങ്കർ അതുപോലെയുള്ള ആളുകളല്ലേ? ABC മലയാളം, ആരാ? നമ്മളുടെ അല്ല, ഇൻഡിവിജ്വൽ നോക്കാം. മല ചാനൽ മറുനാടൻ ആ അല്ലല്ല, അതൊക്കെ ന്യൂസ് മീഡിയ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റാം. ഞാൻ പറയുന്ന ഉം. അല്ലാതെ പൊളിറ്റിക്കൽ ഒരു വീഡിയോ ഒരു ഇൻഡിവിജ്വൽ വ്ളോഗേഴ്സ്. ഒരു മാത്യു ഇപ്പൊ സാമുവൽ ആരിഫ്, ഉണ്ട്. ഒരു ആരിഫുണ്ട്, അതെ. ഒരു ഞാനുണ്ട്, വേറെ ആരാ ഉള്ളത്? ഈ ആന്റി വൈറസ് ഉണ്ട്. കളിയൊക്കെയാണ്. അതെ അല്ല, ആന്റി വൈറസ് ഉണ്ട്, ശ്രീജിത്ത് പണിക്കറുണ്ട്. അതെ അതെ അതെ. പക്ഷെ നമ്മളൊരു പ്രധാന ആളെ വിട്ടുപോയി. അവർക്കാണ് അതാരാ? ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അതാരാണ്? സുനിത ദേവദാസ്. സുനിത, യെസ്, അത് മറന്നുപോയി. ആള് പൊളിറ്റിക്കൽ ആണോ? സുനിതയ്ക്ക് സുനിത മോസ്റ്റ്ലി പൊളിറ്റിക്കൽ ആണല്ലോ. സുനിത ഓക്കെ. ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും. അനുഭവിക്കുന്ന രക്ഷിതാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതും സത്യം BJP പറഞ്ഞാൽ ക്ക് അത് ഞാൻ എതിരായിട്ടുള്ളതും. കാണാറില്ല, ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. പക്ഷെ സുനിതയ്ക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് അറിയോ? നിയർലി ആ. 900K. അതായത് ഷീ ഈസ് അബൌട്ട് ടു റീച്ച് 1 million വെരി സൂൺ. ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു രാജ്യത്ത് അരക്ഷിതമായിരിക്കുന്ന ഒരു വിഭാഗത്തെ അവർ ആണ് എപ്പോഴും പൊളിറ്റിക്കൽ ന്യൂസ് നോക്കുന്നത്. അവരാണ് അറിയേണ്ടത് നാളെ എന്താണ് ഞങ്ങളുടെ ഭാവി. അപ്പോൾ അവരുടെ മതത്തിന് വെളിയിലുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പരമാവധി പിന്തുണ കൊടുക്കുക. അതിലൂടെ ലിബറൽ ആയിട്ടുള്ള ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് പരമാവധി പിന്തുണ കൊടുക്കുക. ഇൻ ദിസ് വേ BJP അസ്ഥിരപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ വ്യാപകമായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വ്യൂസ് ഇപ്പൊ ധ്രുവിന്റെ ഉൾപ്പെടെയുള്ള വീഡിയോയ്ക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി, അത് നിങ്ങൾക്ക് ഏത് രാജ്യത്ത് ചെന്നാലും ആ ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങളെ വീഡിയോ കാണും. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു BJP കാരനൊന്നും അവനൊന്നും ഇപ്പോൾ ഇവിടെ രാജ്യത്ത് പേടിക്കാനില്ലല്ലോ. അവനൊന്നും ഇപ്പോൾ രാജ്യത്ത് പേടിക്കാനില്ല. അവന്റെ പാർട്ടി ഭരിക്കുന്നു. അവന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണും, മറ്റ് കാര്യങ്ങളൊക്കെ കാണും. അതല്ലാതെ ഞാൻ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് നിന്ന് നിഷ്കാസിതനാകാൻ പോകുന്നു എന്നൊന്നും ഭയപ്പെടുന്നില്ല. അല്ലെങ്കിൽ നാളെ ഇപ്പോൾ കോൺഗ്രസ് വന്നാലും ഐ ഡോണ്ട് കെയർ. അവരും ഭസ്മം തൊട്ട് നടക്കുമെന്ന് അവനറിയാം. സോ ഹി ഡോണ്ട് വറി. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വൾണറബിലിറ്റി, ഞങ്ങൾ ഭയങ്കര വൾണറബിൾ ആണെന്നുള്ളൊരു ഫീൽ അതിനെ മുതലെടുക്കുകയാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ മുതലെടുക്കുക ആണ്, അല്ലെങ്കിൽ ഇവരെ ഉപയോഗിക്കുകയാണ്. സോ ഇൻ ബോത്ത് വേ വി ക്യാൻ സേ. അപ്പം നമ്മൾ ഇത് കണ്ടിട്ട് അത് വോട്ടായി മാറുമല്ല, അതിൻ്റെ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും എന്ന് കരുതുന്നതിൽ വലിയ അർത്ഥമില്ല. ഓക്കെ, യെസ്. അപ്പോൾ അത് അപ്പോഴും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വീഡിയോ ബാൻ ചെയ്യപ്പെടും, അതുകൊണ്ട് വേഗം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന പരിപാടിയാണ് അതിൽ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരുടെ വീഡിയോ ആണെന്നുള്ളത് അറിയോ? ഇവിടെ മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി നടക്കുന്നത് ഇപ്പോൾ BJP കോൺഗ്രസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെക്കാൾ മുന്നേ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടുത്തെ BJP തന്നെയാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ രസം. കാരണം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിം ചാനലുകൾ അത് പലതും ഇന്ത്യയിൽ ബാൻഡാണ്. അതിൽ നമ്പർ 1 ചാനലാണ് നമ്മളുടെ എക്സ് മുസ്ലിം സാഹിലിൻ്റെ ചാനൽ. പുള്ളിയുടെ ഓൾമോസ്റ്റ് 1 million ഫസ്റ്റ് ഡേ തന്നെ 1 million വ്യൂ കടന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഇന്ത്യയിൽ ബാൻഡാണ്. അത് പിന്നെ വേറെ ഏതൊക്കെയോ ചാനലിൽ രണ്ടാമത് റീ അപ്ലോഡ് ചെയ്തിട്ടൊക്കെയാണ് ഇന്ന് ആളുകൾ കാണുന്നത്. അതിൻ്റെ ഫസ്റ്റ് ആ സ്ഥലത്ത് അത് ഇവിടെ ഓടില്ല. ഇന്നും പുള്ളിയുടെ ചാനൽ നേരിട്ട് പോയാൽ കിട്ടില്ല. അതേപോലെ പല വിദേശ എക്സ് മുസ്ലിം ചാനലുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ കിട്ടില്ല. ഇതാരാ ചെയ്യുന്നത്? ഇത് ഇവിടുന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ
അറിവോടുകൂടി നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതെ, അതെ. എൻ്റെ ചാനലിൽ ഇതുപോലെ പല വീഡിയോസും ബാൻ ചെയ്യപ്പെടുന്നുണ്ട്. പല സാധനങ്ങൾ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പിന്നെ നമ്മളൊന്നും നോക്കാറില്ല. അത് ഇങ്ങനെ കമ്മ്യൂണിറ്റി സ്ട്രൈക്കും വയലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോലാണ്. അപ്പോൾ ഓക്കെ. ഇതൊക്കെ സംഭവിക്കുന്നതും എക്സ് മുസ്ലിങ്ങളുടെ നേരെയാണ്. ഇനി നുപൂർ ശർമ്മയ്ക്ക് നേരെ എടുത്ത നടപടി അത് ഇസ്ലാമിനെ വിമർശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സാധനം. അവിടെയും BJP തന്നെയാണ് അവിടെ പിന്നിലുള്ളത്. അപ്പോൾ അതെ. മുസ്ലിം അല്ല പ്രീണനം എന്ന് പറയും. BJP ഒരു ഇസ്ലാം വിരുദ്ധ പാർട്ടിയല്ല. ഇസ്ലാം വിരുദ്ധത അവർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഉം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതായത് ഒരു ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ എത്രയോ രാജ്യങ്ങളുമായിട്ട് ബന്ധങ്ങളും സ്ട്രാറ്റജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അലയൻസും ഒക്കെ വരുമ്പം ഉം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. വെളിയിൽ നിന്ന് ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ പറയുന്ന പോലെയല്ല ഭരിക്കാൻ കയറുമ്പോൾ കളി മാറും. ഉം. ഉം. അപ്പോൾ Yes. നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെയൊന്നും അല്ല ഈ ലോകം നടക്കുന്നത്. ഉം. പല കാരണങ്ങളുണ്ട്. അപ്പം അത് ഇപ്പം ഇസ്ലാം വിരുദ്ധത എന്നതിൽ കവിഞ്ഞ് അവരുപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി Strategy. ഇവര് ഉം. ഇവരിവിടെ ഇപ്പം ജനസംഖ്യ Safe കൂടുന്നു, ആണ്. വിഭവങ്ങൾ ഇവര് പിന്നെ ജിഹാദ്, ലവ് ജിഹാദ് ഇങ്ങനത്തെ കാര്യങ്ങൾ, ആ ഒരു ഹെയ്റ്റ് എലമെന്റ്സ് ഉണ്ടല്ലോ, കമ്മ്യൂണൽ എലമെന്റ്സ്, അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. Yeah. അതുകൊണ്ട് അതോടൊപ്പം വി ആർ കൺസിഡറേറ്റ് എന്നുള്ള ഒരു തോന്നൽ അതെ, അതെ, ഉണ്ടാക്കി അതെ. വെക്കാനും ശ്രമിക്കുന്നു. അതെ, 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 അതെ. അത് അതിൽ തെറ്റ് പറയേണ്ട കാര്യമില്ല അല്ലോ. കാരണം അല്ല, അത് അതാണല്ലോ എല്ലാവരും അവരുടെ ആവശ്യം. ഉപയോഗിക്കുന്നുണ്ട്. അത് എല്ലാവരും അതെ. ഉപയോഗിക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല, എല്ലാവരും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ധ്രുവരാട്ടിയുടെ വീഡിയോയുടെ ആ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു അതിലൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വശത്ത് പ്രത്യേകിച്ച് ഭൂരിപക്ഷ ഹിന്ദു ജനതയുടെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതെ, അതെ. ലിബറൽ നെഗറ്റീവായിട്ട് ഹിന്ദുവിനെ സ്വാധീനിക്കാൻ പറ്റുമോ വലിയ എന്നുള്ളതാണ്. മെടുക്കുണ്ട്. ഒന്നത് ഹലോ 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 അവിടെ ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂ ആണ് തോന്നുന്നു കേട്ടോ പ്രവീൺ. ഒന്ന് വൈഫൈ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, തിരുമ്പ വന്നാച്ചു. കേൾക്കാവോ? ഇന്റർനെറ്റിന്റെ വിഷയം തോന്നുന്നു. നമുക്ക് വേഗം അവസാനിപ്പിക്കാം. അത് ലാസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ. ഇന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി, ക്ഷമിക്കുക. കാരണം ഇതിപ്പോ എത്ര സമയമായി? ഇതിപ്പോ 1 മണിക്കൂർ 18 മിനിറ്റുമായി. അയ്യോ. ഓക്കെ, ഇത് കഴിഞ്ഞു. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടിയാണ് ഞാൻ പറഞ്ഞതിന്റെ കംപ്ലീഷൻ ഇതാണ്. അങ്ങനെ ലിബറൽ ഹിന്ദുവിനെ സ്വാധീനിക്കാൻ കഴിയുന്നു ഒരു വശത്ത്. രണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതുപോലെയുള്ള വാട്സപ്പും ഇനി വരാനിരിക്കുന്ന ഇതുപോലെയുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രൊപ്പഗൻഡ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനിപ്പുലേഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു ഡേഞ്ചർ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ അത് എല്ലാ പാർട്ടിക്കും ബാധകമാണ് എന്നും കൂടിയാണ് അവിടെ വരുന്നത്, BJPക്ക് മാത്രമല്ല. സോ അതൊരു കറക്റ്റീവ് ഒരു മെഷറായിട്ടും നമുക്ക് അവിടെ സ്ഥാപിക്കപ്പെടും. അത് ഭാവിയിൽ അതൊരു ആളുകളുടെ മുന്നിൽ അതവിടെ ഉണ്ടാവും. ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഇത് പണ്ട് ഒരു ധ്രുവരാട്ടി നമ്മളെ പഞ്ഞിക്കിട്ടതാണെന്നുള്ളൊരു തോന്നലെങ്കിൽ അവിടെ ഉണ്ടാവും. അങ്ങനെയും അതിനൊരു പോസിറ്റീവ് സൈഡ് കാണാം. ഇനി അതിൽ രണ്ടാമത്തെ ഒരു ചെറിയൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോസിലൂടെ പോകുമ്പോൾ പല അബദ്ധങ്ങളും നമ്മൾ കാണാറുണ്ട്. പല കാര്യങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്ന വിഷ്വൽസും അതുപോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ ഈ അബദ്ധങ്ങൾ പലതും ആളുകൾ അറിയാതെ പോകുന്നു. നല്ല സംഗതികളെ പ്രകീർത്തിക്കുന്ന കൂട്ടത്തിൽ ഈ അബദ്ധങ്ങളെയും പ്രകീർത്തിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു സാധനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ, ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് സംബന്ധിച്ച് നടത്തിയ വീഡിയോയിൽ ഈ MRP നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് MSP സാധിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണും. ഞാനത് കണ്ട് തലയിൽ കൈ വെച്ചിരുന്നതാണ്. അതിനെക്കുറിച്ച് ഒന്ന് നമ്മളുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? അതിലെ ആ ധ്രുവരാട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ പെശക്. അല്ല, MSPയെ കുറിച്ച് ഞാൻ തന്നെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതിന് കുറച്ച് വിശദമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണത്. നമുക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുമോ എന്നറിയത്തില്ലെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. MSP എന്ന് പറയുമ്പം ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന ഒരു ഫ്ലോർ പ്രൈസ് എന്ന നിലയ്ക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്യാരണ്ടി ചെയ്യണമെന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് കാലങ്ങളായിട്ടൊരു MSP നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് ലീഗലൈസ് ചെയ്തിട്ടില്ല. ഗ്യാരണ്ടി ചെയ്യുമ്പം നിങ്ങൾ ഗവൺമെൻറ് നിർബന്ധിതരാവുകയാണ് ആ വിലയ്ക്ക് ആ സാധനം മേടിക്കാൻ. അവിടെ മാർക്കറ്റിൽ അതിന് ആവശ്യമുണ്ടോ ഇല്ലയോ, അതിൻ്റെ വില എത്രയാണെന്നുള്ളതൊരു കൺസേൺ അല്ല. ഗവൺമെൻറ് ഈസ് ഫോഴ്സ്ഡ് ലയബിൾ ടു ബൈ. അതായത് നിങ്ങൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉൽപ്പാദനത്തിൽ യാതൊരു നിയന്ത്രണവും വരുത്തുന്നില്ല. അവൻ ഉണ്ടാക്കി അങ്ങ് മറിക്കുകയാണ്. അവൻ ഈ സാധനത്തിന് ഇത്രയും വില കിട്ടും. ആ ഗ്യാരണ്ടിയുടെ വിലയാണ്. നിങ്ങൾ എത്ര ഉണ്ടാക്കി ചെന്ന് കൊണ്ടുവന്നാലും മേടിക്കാൻ സർക്കാർ റെഡിയാണ്. സർക്കാർ എടുത്തോളണം. ഇതാണ് MSPയുടെ പ്രശ്നം. സോ MSP ലീഗലൈസ് ചെയ്താലുള്ള പ്രശ്നം. അതേസമയം MSP ഒരു പോയിന്റായിട്ട്, അതായത് നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു അഷുറൻസ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആണ് സർക്കാർ ഓഫർ ചെയ്യുന്നത്.
അല്ലാതെ അത് ലീഗലൈസ് ചെയ്യുന്നില്ല. സർക്കാർ ഇത്ര എമൗണ്ട് എടുക്കാം. ബട്ട് എല്ലാ വിളകൾക്കും പറ്റില്ല. എസ്പെഷ്യലി പെറിഷബിൾ ആയിട്ടുള്ള ഐറ്റംസ്. ഉദാഹരണത്തിന് പച്ചക്കറികൾ പറയുന്നത് കേടുകൂടാതിരിക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ ഇതൊന്നും എടുത്തു വെച്ചിട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് നശിച്ചു പോകാനുള്ള സാധനങ്ങളാണ്. അല്ലെങ്കിൽ നശിച്ചു പോകാൻ അപ്പോൾ അത്രയും കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, സർക്കാരിൻ്റെ ചെലവിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹൈ കോസ്റ്റ് വരുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഈ കോസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ഇതിലേക്ക് പോവാണ്. ജനങ്ങളുടെ നികുതിയിലേക്ക് നമ്മളിപ്പോൾ 28% GST കുറ്റം പറയുമ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നാൽ നമ്മൾ ചിലപ്പോൾ 40% GST അടയ്ക്കേണ്ടി വരും. ഹൈ കോസ്റ്റ്. ഇവഞ്ച്വലി അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, കോമ്പൻസേറ്റ് ചെയ്യുന്നത്. സോ കർഷകൻ എന്ന നിലയ്ക്ക് കർഷകനൊരു ഉത്തരവാദിത്വമുണ്ട് മാർക്കറ്റുമായിട്ട് ലൈൻ വിത്ത് പോകുക എന്നുള്ളത്. അതായത് മാർക്കറ്റിൽ എന്താണ് വേണ്ടത് അറിഞ്ഞ് അവൻ അത് ഉണ്ടാക്കുമ്പോഴാണ് അവനതിന് മൂല്യം കിട്ടുന്നത്, നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും. അപ്പോൾ മാർക്കറ്റിനെ അവനെ തമ്മിൽ ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഗവൺമെന്റ് ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് MSP ലീഗലൈസ് ചെയ്തെടുത്ത് വെക്കുക എന്ന് പറയും. അതിനെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു വിവരമുള്ള എക്കണോമിസ്റ്റുകളും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കമ്പയർ. അതെ അതെ, MRP എന്ന് പറയുന്നത് അതല്ലല്ലോ. ആ കമ്പാരിസൺ പോലും സാങ്കത്യമുള്ളതല്ല. അതെ, MRP MSP തമ്മിൽ യാതൊരു കമ്പാരിസണ് യാതൊരു അടിസ്ഥാനമില്ല. MRP എന്ന് പറയുന്നത് നിങ്ങൾ റീറ്റെയിൽ പ്രൈസ്, നിങ്ങൾ ഒരു സാധനം ഒരു സാധനം ഉണ്ടാക്കി നിങ്ങൾ പിന്നെ മാർക്കറ്റിലേക്ക് വിടുമ്പോഴാണ് കൊടുക്കുന്ന MRP ആണ്. അത് നിങ്ങൾ എന്തൊക്കെ ഘടകങ്ങൾ അനുസരിച്ചിട്ടാണ് MRP ഫിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മറ്റു കാര്യങ്ങൾ, റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, ഇതെല്ലാം അതിനകത്ത് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ കോമ്പറ്റീറ്ററിന്റെ പ്രൈസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്ക് കമ്പനികൾക്ക് നഷ്ടം ഉണ്ടാവാം, കമ്പനികളുടെ ഓപ്പറേഷണൽ മാർജിനിൽ വ്യത്യാസം വരാം. റോ മെറ്റീരിയൽസിന്റെ വില കൂടിയ ഉടനെ ആരും MRP ചേഞ്ച് ചെയ്യുന്നില്ല. റോ മെറ്റീരിയൽസിന്റെ ഒരു പ്രോലോങ്ഡ് ടൈം നിൽക്കുകയാണ്. പ്രോലോങ്ഡ് ടൈം അത് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി MRP വിൽ ചേഞ്ച്. സോ MRP എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് മാർക്കറ്റ് തന്നെ ഡിസൈഡ് ചെയ്തെടുത്ത് അതിലേക്ക് വരുന്നതാണ് MRP. അല്ലാതെ MSP പോലെ ഒരു സെൻട്രൽ ഏജൻസി ഇരുന്ന് ഫിക്സ് ചെയ്യുന്നതല്ല. ഇറ്റ്സ് ആക്ച്വലി മാർക്കറ്റ് ഈസ് ഫിക്സിങ് ദ MRP ആൻഡ് അത് ഫ്ലെക്സിബിളും ആണ്. അതിന് ഈ പറഞ്ഞ പോലെ അതിനകത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ, ആ MRPക്ക് ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുമ്പോൾ അതിലുണ്ടാകുന്ന നഷ്ടം സഹിക്കാൻ കമ്പനിയും ബാധ്യസ്ഥരാണ്. ഇവിടെ MSPയുടെ കേസിൽ നഷ്ടം സഹിക്കാൻ ഇവർ ബാധ്യസ്ഥരേ അല്ല. ഇത്രയും വലിയ ഒരു അബദ്ധജടിലമായ ഒരു കമ്പാരിസൺ ധ്രുവരാട്ടിയുടെ വീഡിയോയിൽ, ഞാനത് ഇവിടെ എടുത്ത് പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ധ്രുവരാട്ടിയുടെ വീഡിയോ കണ്ടോ, അടിപൊളിയല്ലേ, ഭയങ്കര വിഷ്വൽസ് അല്ലേ, ഇതാണ് എല്ലാവരും പറയുന്നത്. മോദിയെ പഞ്ഞിക്കിട്ടു, അതിന്റെ പ്രസന്റേഷൻ സ്റ്റൈൽ, പുള്ളിയുടെ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, അതൊക്കെയാണ് ശരിക്കും അതിനെ അത്രയധികം അട്രാക്റ്റീവ് ആക്കുന്നത്. യെസ്. അപ്പോൾ അതിലൂടെ ആളുകൾ ഇപ്പോൾ തർജ്ജമ ചെയ്ത് ഇവിടെ അവതരിപ്പിച്ച ആളുകൾ പോലും അത് മലയാളത്തിൽ ആ മണ്ടത്തരം പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരാൾ പോലും പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. അതെ, നമ്മളെ സുനിത ദേവദാസ് ആൾക്കാർക്ക് MSP കൊടുക്കണമെന്ന് ഐഡിയ ഉള്ളവരാണ്. അതെ. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, ഈ ധ്രുവരാട്ടിയുടെ ആ ഒരു വീഡിയോയുടെ ആ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള അതിനകത്ത് നമ്മൾ പെട്ടുപോകുമ്പോൾ സത്യത്തിൽ എന്താണോ ധ്രുവരാട്ടി ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ വാൺ ചെയ്തത് അത് കമ്മിറ്റ് ചെയ്യുന്ന ആളും കൂടിയായിട്ട് ധ്രുവരാട്ടി മാറുന്നുണ്ട്. അതിന് ഫോൾസ് ഇൻഫർമേഷൻ, ആ ഫോൾസ് ഇൻഫർമേഷൻ ഒന്നല്ല, പുള്ളിക്കാരൻ്റെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റുന്നു. അതില്ല. അപ്പം ഞാനിത് പറയുന്നത്, ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ നമ്മൾ കേരള സ്റ്റോറി സംബന്ധിച്ചിട്ട് പുള്ളി ഇതേപോലെ ആ വീഡിയോ ചെയ്തതിൽ ഒരു വലിയ അബദ്ധമുണ്ട്. കാരണം അബദ്ധങ്ങൾ എന്താ ചൂണ്ടിക്കാണിക്കാവോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ അതിന് ഞാൻ പറയുന്ന ഉദാഹരണമാണ് കേട്ടോ. അതൊന്നും ഇതാണ്, ഈ മുസ്ലിമാണ് കുഴപ്പം, ഇസ്ലാം അല്ല കുഴപ്പം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ധ്രുവരാട്ടി. അത് വളരെ അപകടം പിടിച്ചൊരു സാധനമാണ്. പുള്ളി എന്തിനെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് ആ സാധനത്തെ ഊട്ടി വളർത്തുന്ന സംഭവമാണ്, മുസ്ലിം വിരുദ്ധത വളർത്തുന്ന സംഭവമാണ് അത്, ആ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഒരു ഉദാഹരണം. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം ചോദിക്കുന്നവർക്ക് ഇതൊരു ഉദാഹരണം. MSPയും MRPയും ഒരേപോലെ കണ്ടുകൊണ്ട് MRP നിങ്ങൾക്ക് ഉണ്ടല്ലോ, അതുപോലെ ഒരു അവകാശമാണ് MSP എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി ധ്രുവരാട്ടി ചെയ്തതാണ്. അതേപോലെ പല പല കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ടെണ്ണം തൽക്കാലം ഇവിടെ പറഞ്ഞു, ഇനി വേണമെങ്കിൽ നമുക്കിതൊരു മത്സരമായിട്ട് നമുക്ക് വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇതിവിടെ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. BJPക്കാർ ചെയ്യേണ്ടത് എന്താണ്, ഈ ഇത്തരം അബദ്ധങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് പകരം വീഡിയോ ചെയ്യുന്നതിന് പകരം ധ്രുവരാട്ടി പാകിസ്ഥാനിയെ കെട്ടി, പാകിസ്ഥാനിലേക്ക് വന്ന മുസ്ലിമാണ്, അവന് 2 ഭാര്യയുണ്ട് 3 ഭാര്യയുണ്ട്, വേറും തറ ലെവലിലാണ് റിട്ടാലിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം. ഇവർക്ക് ഇതിനെ ക്രെഡിബിൾ ആയിട്ട് ചലഞ്ച് ചെയ്യാനുള്ള ഒരു സ്റ്റഫ് ഇല്ല, അതാണ് പ്രശ്നം.
എന്നാൽ അതിനൊരു അങ്ങനെ വരുന്ന ചെറിയൊരു ആശങ്കകൾ. ഉദാഹരണം. ചെറിയൊരു ഉദാഹരണമാണ്. ഇപ്പോൾ പതഞ്ജലിയുടെ ഇഷ്യൂ ഇപ്പോൾ ഉണ്ട്. പതഞ്ജലി അവിടെ ഉം. മാപ്പ് പറഞ്ഞ് അവരുടെ അഡ്വർടൈസ്മെന്റ്സ് വലിയ ഉം. തോതിൽ ചർച്ചാ വിധേയമായി. പിന്നെ അവരുടെ പ്രൊഡക്ട്സ് ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. പതഞ്ജലിയുടെ ഉം. ഒരു അൺഡ്യൂ ക്ലെയിംസ് ഓഫ് ഇഫക്റ്റീവ്നെസ്. ഉം. അതിപ്പോൾ മാത്രമല്ല മോഡേൺ മെഡിസിനെ വരെ കളിയാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയതിന് കോടതി വലിയ രീതിയിൽ പണി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇവിടുത്തെ BJP ഹാൻഡിൽസും അതുപോലെ പ്രോ ഹിന്ദു ആയിട്ടുള്ള ആളുകൾ ഇവർ പറയുന്നത് എന്താ, കണ്ടില്ലേ നിങ്ങൾ ഹംദർദിനെ തൊടില്ല, നിങ്ങൾ പിന്നെ ഏതൊക്കെയോ സാധനത്തിനെ തൊടില്ല, MNCസിനെ തൊടില്ല, അതാ അപ്പോൾ നിങ്ങളുടെ ഇത് ഹിന്ദു വിരുദ്ധതയല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ട്വീറ്റ് ഇട്ടതും അത് തന്നെയാണ്. അതായത് ഈ പതഞ്ജലിയുടെ വിഷയം ഉയർത്തിക്കൊണ്ട് വന്ന് ആ വിഷയം ഉയർത്തിയ ആള് ഒരു മലയാളിയായിട്ടുള്ള ഒരു ഓഫ്താൽമോളജിസ്റ്റാണ്, ഡോക്ടർ ബാബു KV. അതെ. ഇദ്ദേഹം പതഞ്ജലിയെ പിടിക്കുന്നതിന് മുന്നേ പിടിച്ചിട്ടുണ്ട് ആൾക്കാരെ. അത് ഒന്ന് പെപ്സിയാണ്. പെപ്സിക്കോ ഇതുപോലെ എന്താണ് ക്വാക്കർ ഓട്സും പിന്നെ ട്രോപ്പിക്കാന ഇതിന് IMA എൻഡോഴ്സ് ചെയ്തതിൻ്റെ പേരിൽ IMAനെ കോടതി കയറ്റിയാണ്. IMA അവസാനം ഹറാസ് ചെയ്യുകയും വാൺ ചെയ്യുകയും ഒക്കെ ചെയ്ത അയാളെ അതിൽ നിന്ന് പുറത്താക്കിയതാണ് ഈ ഡോക്ടർ ബാബുവിനെ. അപ്പോൾ ഇത് പെപ്സി, ട്രോപ്പിക്കാന, ക്വാക്കർ ഓട്സ്, ഡാബർ ഇന്ത്യ ഇതിനൊക്കെ പുള്ളി ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ LED ബൾബ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ IMA എൻഡോഴ്സ് ചെയ്തതിനെതിരെയൊക്കെ പുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പതഞ്ജലി വന്നത്. അപ്പോൾ ഇതൊരു നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് മെഡിക്കൽ എത്തിക്സ്, സയൻസ്, എവിഡൻസ്, അതാണ് അവിടെ പൊക്കി വെക്കുന്നുള്ളൂ. പക്ഷെ ഇവരതിൽ അതൊന്നും കാണാതെ ഉടനെ അതിനകത്ത് ഹിന്ദു, മുസ്ലിം, ഹംദർദിനെ പിടിക്കുക. അപ്പോൾ ആ വാക്ക് തന്നെ ഉണ്ട്, ഹംദർദ് ഏതോ ഒരു കാക്കാനാണ് നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചോദ്യം ചെയ്യൂല. ആബി ഫിലിപ്പിന്റെ വീഡിയോയുടെ അടി തന്നെ പേര് ഞാൻ ബീർ ബൈസെപ്സിൽ ആബി കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നിരിക്കുന്നത് ആബി ഫിലിപ്പ്, പേര് ഇനഫ് ക്രിസ്ത്യൻ ആണ്. ഇത് ഇങ്ങനെയാണ് നിങ്ങള് ഇവിടുത്തെ ഈ ഫണ്ടമെന്റലിസ്റ്റ് ഹിന്ദുക്കള് എതിരഭിപ്രായങ്ങളെയും അല്ലെ അവരുടെ വിശ്വാസത്തിന് എതിരായിട്ട് വരുന്ന കാര്യങ്ങളും കാണുന്നത്. എനിക്കൊന്നും ഇവരും മറ്റേ ഒരു കാര്യമുണ്ട്, തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ നമ്മളൊരു ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് പ്രോ ഹിന്ദു ആയിട്ടുള്ള ആളുകൾ ഇതേപോലെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് നിങ്ങൾ പതഞ്ജലിനെ വല്ലാതെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ കൊടുത്ത് തിരിച്ച് മറുപടി നമ്മൾ കൊടുത്തപ്പോൾ അവർ ലാസ്റ്റ് എനിക്ക് തന്ന മറുപടി ഇതാണ്: നിങ്ങളുടെ ഈ അൺബയസ്ഡ് ആയിട്ട് ഇതുപോലെ കാര്യങ്ങളെ കാണുന്ന നിലപാട് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടും പറഞ്ഞോ, ഇപ്പോൾ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങളില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നേനെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ആലോചിച്ച് നോക്കുക, യുക്തിവാദികളും യുക്തിചിന്തകരും അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറായാലേ. എല്ലാ പാർട്ടിയിലും റാഷണലായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന, പിന്നെ സയൻസിനോട് സ്നേഹമുള്ള, സയൻസ് ശരിയാണ്, ആ രീതിയിലാണ് പോകേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. പലരിലേക്കും ഇൻഫർമേഷൻ എത്താത്തത് കൊണ്ടാണ് പലർക്കും അത് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ ഇൻഫർമേഷൻ എത്തുമ്പോൾ അവർ തിരുത്താൻ തയ്യാറാണ്. ഈ യാഥാസ്ഥിതികവാദികൾ ഏത് പാർട്ടിയിലായാലും ഏത് മതത്തിലായാലും അവർ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ഇത്തരത്തിലുള്ള ഈ ഹെയ്റ്റ്, അതിനകത്ത് നിന്ന് എങ്ങനെ ഒരു കമ്മ്യൂണൽ ആംഗിൾ കണ്ടെത്താം, ഹെയ്റ്റ് കണ്ടെത്താം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. So they will do it. Yeah. Okay. അപ്പോൾ that completes our circle, ഒരു ഫുൾ സർക്കിൾ. അപ്പോൾ ഇനി ഒരു അവസാനമായിട്ടൊരു ചോദ്യം ഇതാണ്: രാഹുൽ ഗാന്ധി ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജയിക്കുക? രാഹുൽ ഗാന്ധി വയനാട് നിന്ന്, വേറെ ഒരിടത്തും ജയിക്കുമോ സംശയം. അല്ല, അവിടെ ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ, ഈ BJPക്ക് എതിരെ വെല്ലുവിളി നടത്തി BJPനെ പൂട്ടാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി നടക്കുന്ന ആള് BJP ഇല്ലാത്തൊരു സ്ഥലത്ത് വന്ന് ജയിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു തോൽവി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാനിന്നതൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രണവ് മോഹൻലാലാണ്. താല്പര്യമില്ല, എല്ലാവരോടും നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നു, പിന്നെ ഊര് തണ്ടാൻ പോവാണ്. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് മോഹൻലാലിനെ ഇഷ്ടമായതുകൊണ്ട് നമുക്ക് പ്രണവ് മോഹൻലാലിനെ ഇഷ്ടമാണ്. അതുപോലെ നെഹ്റുവിനെ ഇഷ്ടമുള്ളതുകൊണ്ട് കുറെ പേര് രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നു, അല്ലെ ഇന്ദിരയെ ഇഷ്ടമുള്ളത്, ഇന്ദിരാഗാന്ധി ഇഷ്ടമുള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധി. എന്നാലും അത് വല്ലാത്തൊരു കമ്പാരിസൺ ആയിപ്പോയി. അതെന്താ പറയാ. ഓക്കെ, അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കുറെ നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ കുറച്ച് വിഷയങ്ങൾ വരുമ്പോൾ ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുപോലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്? ഇല്ല, എനിക്ക് നമ്മളെല്ലാം പറഞ്ഞു, കവർ ചെയ്തു. ഓക്കെ. അപ്പോൾ എന്തായാലും മികച്ച ഇലക്ഷൻ ഫലങ്ങൾ വരാൻ വേണ്ടി നമ്മളുടെ കാത്തിരിപ്പ് അത് തുടരാം. അതുവരേക്കും കാത്തിരിക്കണം, അതാണ് ഒരു പ്രശ്നം. ഒരു കണക്കിന് ഇത് ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം സംഗതി ഇതൊരു സ്റ്റേറ്റ് ഇലക്ഷൻ പോലെ ആയി. ഇപ്പോൾ ഈ 1 ഇലക്ഷൻ 1 നേഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക്
എത്തിച്ച പോലെയാണ് എനിക്കിത് തോന്നുന്നത്. കാരണം ഇത് അതെ, അതെ. പതിയെ പതിയെ ഓരോ സ്റ്റേറ്റിലെയും അവർക്ക് അതുമായിരിക്കും. ചിന്തിക്കാനും അവർക്ക് ആക്ട് ചെയ്യാനും അതെ, അതെ. അവരുടെ വോട്ടിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ടൈം ബൈ ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. എനിവേ അതെ. സ്ട്രാറ്റജി എത്രത്തോളം ബി ജെ പിക്ക് അനുകൂലമാവും അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമാവും എന്നുള്ളത് കണ്ടറിയാം. നമ്മുടെ കാത്തിരിക്കാം. ഒപ്പം ഇന്ന് ജോയിൻ ചെയ്തതിന് വലിയ നന്ദി. നമുക്ക് വീണ്ടും താങ്ക് യു വെരി മറ്റൊരു മച്ച്. വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും താങ്ക് വരാം. യു. ഞാൻ ഈ ക്യാമറയിലേക്ക് യെസ്. നോക്കട്ടെ. ഞാൻ ഈ താഴോട്ട് നോക്കുന്നോണ്ട് അതെ അതെ ആൾക്കാർക്ക് അതെ. ഐ കോണ്ടാക്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ താങ്ക് പിന്നെ യു. ഇവിടെ മൾട്ടി ടാസ്കിങ് ആണ്. 3 മോണിറ്റർ, ഒരു മൊബൈല്. അത് ശരിയാ. എന്നാലാണല്ലോ ഇത് റൺ ചെയ്യുള്ളൂ. കമന്റ് നോക്കണം അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. കാര്യമാക്കണ്ട, നമ്മളെ ഓഡിയൻസിന് അത് ശീലമാണ്. ദേ ആർ അക്കസ്റ്റംഡ് ശീലമാണ്. എന്ന് വേണമെങ്കിൽ പറയാം. യാ ലൈവ് സ്ട്രീമിങ് അങ്ങനെ ഓക്കെ ഒരു അപ്പം ഗുണമുണ്ട്. അതെ. യാ അപ്പൊ അപ്പോൾ താങ്ക് യു. താങ്ക് യു സോ വെരി മച്ച്. ഫൈൻ. യാ നമുക്കിനി കാണാം. യാ ബൈ. വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്. യെസ്. അപ്പോൾ നമ്മളിത് തൽക്കാലം ഇവിടെ ഈ ചർച്ച ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളോടൊപ്പം ഇത്ര നേരം ജോയിൻ ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചർച്ചകൾ കൊണ്ടുവരിക. ഇതിൻ്റെ ഒരു സ്വഭാവം ഇത്രയേ ഉള്ളൂ. സാധാരണ ആളുകൾ ചോദിക്കാൻ മടിക്കുന്നത്, പറയാൻ മടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചോദ്യങ്ങളാക്കി ചോദിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ചർച്ചാ തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്നുകൊണ്ട് കാര്യങ്ങളെ ക്ലാരിഫിക്കേഷൻസും അതുപോലെ ഡിമോണൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ജനാധിപത്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ല. അതെന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ഒരാളൊരു കാര്യം പറയുന്നു, ഒരു നിലപാട് വെക്കുന്നു, ഉടനെ അവരെ ഹിറ്റ്ലറിനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാത്ത കാലത്തോളം അത് ഒരു ഗുണമായിട്ട് സമൂഹത്തിന് വർത്തിക്കില്ല, അതിന് മാറ്റാനും കഴിയില്ല. അപ്പോൾ ഏത് വിഷയമായാലും അതിനെ ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി. അപ്പോൾ അതിനുള്ള വഴികളായിട്ട്, വേദികളായിട്ട് നമ്മൾ കാര്യങ്ങളെ മാറ്റിമറിക്കുക എന്നതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ അത് നമ്മൾ ഇനി തുടരും. നമ്മളുടെ രീതി അതാണ്. അപ്പോൾ അതിന് പറ്റിയ തരത്തിൽ ഈ വിഷയങ്ങളെ കാണാൻ സഹായിക്കുന്ന, അതിന് പറ്റുന്ന ആളുകളെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ അതിഥികളായിട്ട് കൊണ്ടുവരാം. തുടർന്നും അത്തരം വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ആളുകളും. ഓക്കെ, എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.